സുപ്രധാനമായ ഒരു കോടതി വിധി പുറത്തുവന്ന ദിവസമാണ് ഇന്ന്. മുൻ മന്ത്രിയും ഇപ്പോൾ MLA-യുമായ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ കോടതിയാണ് ആന്റണി രാജു കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ലഹരി മരുന്നുമായി എത്തിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോറിനെ രക്ഷിക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റി എന്നാണ് കേസ്. ഇത്തരം ആളുകൾ കേരളത്തിൻ്റെ നിയമസഭയിൽ സാമാജികരായി ജയിച്ചു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പാർട്ടിക്കോ മുന്നണികൾക്കോ മാറി നിൽക്കാനാകുമോ? ആന്റണി രാജുവിനെ കോടതി കുറ്റക്കാരനെന്ന് വിധിക്കുമ്പോൾ അത് ഇടതു മുന്നണിയെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നുണ്ടോ? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ പ്രേക്ഷകൻ സൂപ്പിയാണ്, വെള്ളമുണ്ടയിൽ നിന്ന്. സൂപ്പി, നമ്മുടെ രാഷ്ട്രീയത്തിൽ നിയമസഭാ സാമാജികരായി എത്തുന്നവർ സംശുദ്ധമായ ഒരു രാഷ്ട്രീയ പാതയുള്ളവരായിരിക്കണം. ജീവിതത്തിലും അതുപോലെ വ്യക്തിപരമായ സ്വഭാവത്തിലുമൊക്കെ അത് പുലർത്തുന്നവരാകണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഇതുപോലെ ഉള്ള ആളുകൾ നമ്മുടെ നിയമസഭാ സാമാജികന്മാരാണ് എന്ന് പറയുമ്പോൾ അത് കേരളത്തെ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കുന്ന ഒരു രീതിയായി മാറുന്നുണ്ടോ? മനു, നമസ്കാരം. നമസ്കാരം. എന്റെ അഭിപ്രായത്തിൽ ഇതുപോലെ കുറെ MLA-മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം PJ ജോസഫ് ഒരു വിമാനത്താവളത്തിന് കൈ പിടിച്ച, അതേപോലെ തന്നെ ഇപ്പൊ ഇയാളുടെ MLA-മാർക്ക് വേണ്ടി ഒരു പ്രത്യേക കോടതി തുടങ്ങേണ്ട സാഹചര്യം തോന്നുന്നല്ലേ സൂപ്പി? എല്ലാവരും പലതരം കേസുകളാണ്. ഒരു MLA ഇപ്പൊ കുറെ കാലം ഒളിവിലായിരുന്നു, ഇപ്പൊ പുറത്തു വന്നു, അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. വേറെ പല MLA-മാർ ഇങ്ങനെ ജാമ്യം എടുത്തവരാണ്. ഇത് UDF LDF മറ്റൊന്നും വ്യത്യാസമില്ലാണെങ്കിൽ ഈ മാതിരി കളി, കാരണം അവരൊക്കെ ഇനി മേലിൽ നിർത്തരുത്. എന്റെ അഭിപ്രായം അയോഗ്യതാക്കി തന്നെ നിർത്തിയിട്ട് ഒരു 5 വർഷം 10 വർഷത്തേക്ക് അവരെ അയോഗ്യതാക്കും. അല്ല, പക്ഷെ ഇതിന്റെയൊക്കെ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ പാർട്ടികൾ ഓടി മറിയുന്നത് എങ്ങനെ? ഞങ്ങൾക്കറിയില്ല എന്ന് പറയാനാകുമോ? ഈ മുന്നണിയൊക്കെ ഇത് പരിശോധിക്കണ്ടേ? പാർട്ടിയോട് ചോദിച്ചിട്ടില്ലല്ലോ ഈ മാതിരി പണി ചെയ്യുന്നത്. പക്ഷെ അവരൊക്കെ അറിയില്ലേ, ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ സംശുദ്ധമായ ഒരു രാഷ്ട്രീയ ഇത് ചരിത്രമുള്ള ആളെ നിർത്തണം എന്ന സാമാന്യ ബോധം വലിയ പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ രാഷ്ട്രീയത്തിലെ പ്രവർത്തകർക്കും നേതാക്കൾക്കും മുന്നണികൾക്കും അറിയില്ലേ? ഇതല്ലേ പിന്നീടല്ലേ വരുന്ന ഇത്തരം കാര്യങ്ങൾ തുറന്നു വരുന്നത്. നമുക്ക് അറിയില്ലല്ലോ, അവർക്ക് ഇങ്ങനത്തെ പിന്നെ അവർക്ക് ഈ ഏർപ്പാടുകൾ ഉണ്ട് എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോ അതെന്താ മുന്നണി വ്യക്തമാണ്. അപ്പൊ എന്നോടൊപ്പം നമ്മുടെ മുഹമ്മദ് മഞ്ചേരി ചേരുന്നുണ്ടോ? ശ്രീ മുഹമ്മദ് മഞ്ചേരി, ഇതുപോലെയുള്ള ആളുകൾക്കൊക്കെ ഇടതു മുന്നണിക്കാർ വോട്ട് ചെയ്തെന്ന് പറയുമ്പോൾ ശ്രീ മുഹമ്മദ് മഞ്ചേരിക്ക് നാണം തോന്നുന്നുണ്ടോ? നമസ്കാരം. അപ്പൊ അദ്ദേഹത്തെ ശിക്ഷിച്ചോ? കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പോരെ? കണ്ടെത്തി. ഓ, അത് ശരി. അദ്ദേഹം ഒരു മാന്യനും നല്ല മനുഷ്യനുമാണ്. ആണോ? ഇതാണ് മാന്യതയെങ്കിൽ ഇത് ഭയങ്കര മാന്യതയായി പോയി. ഒരു കോടതി നീതിന്യായ സംവിധാനത്തിൽ നമ്മൾ കോടതി എന്ന് പറയുന്ന എത്ര മഹനീയമായ ഒരു സ്ഥാനത്താണ് നമ്മൾ കാണുന്നത്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവിടെ നീതി നടപ്പിലാക്കും എന്ന് വിശ്വസിക്കുന്ന കോടതി, ആ കോടതിയുടെ കയ്യിലിരിക്കുന്ന തൊണ്ടി മുതൽ കൃത്രിമം കാണിക്കുക, അടിവസ്ത്രം വെട്ടി ചെറുതാക്കുക, എന്നിട്ട് ആ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക, നാടിനെ തെറ്റിദ്ധരിപ്പിക്കുക, എന്നിട്ട് ലഹരി കേസിലെ പ്രതിയെ രക്ഷിക്കുക, എന്നിട്ട് അയാളെ MLA കൊണ്ട് നിർത്തിയിട്ട് അദ്ദേഹം കുറ്റക്കാരനാണോ എന്നൊരു സംശയം. മുഹമ്മദ് മഞ്ചേരി ഇടതുപക്ഷക്കാരൻ തന്നെയാണോ? എനിക്കൊരു സംശയം. അതിന് യാതൊരു സംശയമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ് അല്ലേ? അല്ല, ചെയ്യുന്നതല്ല. ഞാൻ ഒന്നും കൂടി പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചിട്ട് പിന്നെ നമുക്ക് പറയാം. പിന്നെ വേറൊന്നും കൂടി, ഏതെങ്കിലും കൂടിയിട്ട് അദ്ദേഹത്തിന് ഒരു പെൺ ആരോപണം ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇവിടെ ഇപ്പൊ പെൺ ആരോപണമുള്ള നടക്കുന്നത്. അപ്പൊ അതിന് കണക്കാണെന്നുള്ള ഒരു സന്ദേശമാണ് ഇത് നൽകുന്നത്. അതാണ് ജനങ്ങൾ ഈ രാഷ്ട്രീയത്തെ വെറുക്കാൻ തുടങ്ങി കഴിയുന്നു. പലരും ഇത് ആർക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന നിലവിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകണം. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിക്കൊണ്ട് ഈ മുഹമ്മദ് മഞ്ചേരിയൊക്കെ എങ്ങനെയാ ഇവരെയൊക്കെ ന്യായീകരിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇതെങ്ങനെ അത് പാർട്ടി ആവശ്യപ്പെടുകയാണോ ഇങ്ങനെയുള്ള ആളുകളെ ന്യായീകരിക്കും? പാർട്ടി ആവശ്യപ്പെടല്ല സാറേ, അത് രക്തത്തിൽ കലർന്നു. അപ്പൊ അവനവന്റെ പാർട്ടിയിലുള്ള ആളുകൾ എന്ത് ചെയ്താലും അങ്ങ് ന്യായീകരിച്ച് ശീലിച്ചു പോയില്ലേ? അങ്ങനെയൊന്നുമില്ല, തെറ്റാന്ന് തന്നെ പറയാം അതിൻ്റെതായിട്ടുള്ള വേദിയിൽ.
അതിൻ്റെതായിട്ടൊരു വേദി അതിനുള്ളൊരു വേദിയല്ല ഇത്. ഇതുപോലെയുള്ള തെറ്റുകൾ അത് പാർട്ടിക്ക് അകത്തുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾ പാർട്ടിക്ക് അകത്ത് പറയാം. ഇതുപോലുള്ള സംഭവങ്ങൾ പൊതുനിരത്തിൽ എണീറ്റ് നിന്ന് പറയാനുള്ള ധൈര്യം വേണം. ഞങ്ങൾ വോട്ട് ചെയ്തത് നിങ്ങളെപ്പോലുള്ള ആളുകൾക്കാണ്, ഇതുപോലുള്ള ആളുകൾക്ക് ഇനി അവസരം കൊടുക്കരുതെന്ന് പറയാനുള്ള ഒരു ആർജവും ധൈര്യവും കാണിക്കാത്തിടത്തോളം കാലം ഇത് മാറില്ല. ഈ നിയമസഭാ സാമാജികർക്കായി പ്രത്യേക കോടതി തന്നെ തുടങ്ങേണ്ട സാഹചര്യമാണ്. ശരി, ശ്രീനിവാസൻ എന്നോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസൻ, ഇത് ശ്രീനിവാസൻ എന്താണ് മനസ്സിലാക്കുന്നത്? ഇതുപോലുള്ള ആളുകൾ നമ്മുടെ നിയമസഭാ സാമാജികരാണ് എന്ന് പറയുമ്പോൾ ശ്രീനിവാസന് എന്തു തോന്നുന്നു? ഇതൊക്കെ നാറിയ കാര്യങ്ങളല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ലോകത്ത്. ഇപ്പൊ പോലീസുകാരെ ബോംബെറിഞ്ഞ് കൊന്ന കേസിൽ 20 കൊല്ലം കോടതി ശിക്ഷിച്ചു വെച്ച ആൾ 1 മാസത്തിനുള്ളിൽ അരവണ്ണ ഇറങ്ങിയിരിക്കുന്നു. അതുപോലെയുള്ള കാര്യങ്ങളിൽ അവർക്കൊക്കെ ഇപ്പോൾ സ്ഥാനങ്ങളുള്ളോ, അവർക്ക് നിയമസഭയിൽ നിൽക്കാം, ഇവർക്ക് ലോകസഭയിൽ നിൽക്കാം. അവർക്കൊക്കെ ഇവിടെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഇടതുപക്ഷം ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കൊലപാതകങ്ങൾക്കും രോഗികൾക്കും നിയമസഭ അംഗമാക്കാനൊക്കെ ഒരു മടിയില്ലാണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കില്ല സാറ്. അപ്പൊ ഇതൊക്കെ നിർത്തണം. ഈ നിയമസഭ വരുന്ന തെരഞ്ഞെടുപ്പോഴെങ്കിലും നല്ല രീതിയിലുള്ള നല്ല വോട്ടർമാർക്ക് നല്ല രീതിയിലുള്ള കാൻഡിഡേറ്റ്സിനെ തെരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു അവസരം ആക്കി കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ്. അപ്പൊ ശിവദാസൻ ബാലരാമപുരത്ത് നിന്ന് ചേരുകയാണ്. ശിവദാസൻ ഒരു ഗതാഗത മന്ത്രിയായിരുന്നു കേട്ടോ. നമ്മുടെ നാടിന്റെ ചെയ്ത പണി കണ്ടില്ലേ എന്താണെന്ന് കോടതി ഇപ്പോൾ വ്യക്തമായി കണ്ടെത്തിയിരിക്കുകയാണ്, പങ്കുണ്ടെന്ന്. ശ്രീ ശിവദാസൻ എന്ത് തോന്നുന്നു? ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഗതാഗത മന്ത്രിയൊക്കെ ആയിരുന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് ശിവദാസൻ കരുതുന്നു? നമസ്കാരം സാർ. നമസ്കാരം. എന്റെ അമ്മ മരിച്ചു പോയിട്ട് 5-ാം തീയതി 16 സാറേ. ഓ, ആ ദുഃഖം. 97 വയസ്സായിരുന്നു. എത്ര ആയാലും വയസ്സ് എന്നതല്ലല്ലോ, അമ്മ എന്നത് നമുക്ക് നഷ്ടമാകുമ്പോൾ വലിയൊരു ശൂന്യതയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് നമുക്ക് എപ്പോഴും കരുത്തും അല്ലേ, ഒരു ആശ്വാസവും. 100% അമ്മയാണല്ലോ നമ്മുടെ ദൈവം. ഞാൻ പല വേദിയിലും പറഞ്ഞു, അമ്മയാണല്ലോ സാറേ നമ്മുടെ ദൈവം. കാണുന്ന ദൈവം അമ്മയാണല്ലോ. അപ്പൊ വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ടാണല്ലേ 97 വയസ്സായി? 97 വയസ്സായി സാറേ. കുടുംബത്തിന്റെയും ആ ദുഃഖത്തിൽ പൊതുവേദിക്ക് വേണ്ടി ഞാനും ഞങ്ങളുടെ ഇവിടെ എല്ലാവരും പങ്കുചേരുകയാണ്. അവർക്ക് എന്താണ് നല്ല നമുക്ക് ഓർമ്മിക്കാം അവരുടെ നല്ല ദിനങ്ങളെക്കുറിച്ച്. അവരെ എന്നും നമ്മുടെ ഓർമ്മകളിൽ തിളക്കത്തോടെ സൂക്ഷിക്കാം അല്ലേ? അമ്മയുടെ പേര് സരോജിനി എന്നാണ്. സരോജിനി. ഓക്കെ സാറേ നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഈ ആന്റണി സാറ് എന്റെ തിരുവനന്തപുരമാണ്. അദ്ദേഹം പല രീതിയിൽ കണ്ടുള്ള ആളാണ്, സംസാരിച്ചില്ലെങ്കിലും കണ്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത കാര്യം അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ബോധ്യമാണല്ലോ ചെയ്ത കാര്യം. ആ ബോധ്യം വെച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ മത്സരിക്കുകയും പരമനന്തമായ ജനങ്ങളുടെ വിലയേറിയ വോട്ട് വാങ്ങിച്ച അത്രയും ജനങ്ങളെ അദ്ദേഹം എന്താ പറയുക വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ശിക്ഷ കോടതി കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇനിയെങ്കിലും CPM-നകത്ത് ഞാൻ പറയാൻ പാടില്ല, CPM-നകത്ത് ഉന്നതനായ നേതാവ് ട്രിവാൻഡ്രം ജില്ലക്കകത്ത് നല്ല മയക്കുമരുന്ന് മാഫിയായിട്ട് ബന്ധമുണ്ട്, ബിസിനസ് ഉണ്ട്, നല്ല സ്ഥാനത്തിരിക്കുകയാണ്. പക്ഷെ അത് ഇതേപോലെ കാലം തെളിയിക്കും. പക്ഷെ ഇനിയെങ്കിലും നമ്മളെ ജനങ്ങൾ, ഇന്ത്യയുടെ ജനാധിപത്യ കോവിലിന്റെ ഏറ്റവും മൗലികാവകാശമായ നമ്മളെ വോട്ടവകാശം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്ത പോലെ നോക്കി വോട്ട് ചെയ്യുക. ഇതിന്റെയൊക്കെ മറുപടി അതിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഇതേ എനിക്ക് പറയാനുള്ളൂ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, വിജയൻ എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്ന്. ശ്രീ വിജയൻ, ഇത് കേൾക്കാമോ? നമസ്കാരം. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് സാറേ, ഇദ്ദേഹം ഇത് ചെയ്തത് നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിന് തന്നെ ഒരു വലിയ അപമാനമാണ്. സംസ്ഥാനത്തിന്. പിന്നെ ഇത് ഈ ആളുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് കേരളം. ഈ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയട്ടെന്ന്. അത് കൂടാതെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ തിരുവാതിരയായിരുന്നു. തിരുവാതിര നാളിലെ ടിക്കറ്റ് സാറ് കണ്ടായിരുന്നോ? മറ്റേ ലോട്ടറി അതൊക്കെ നമുക്കിപ്പോ ഇതെല്ലാം പറയാം. വലിയ മഹാന്മാരായ നേതാക്കളൊക്കെ ചെയ്തത്. ഞാനങ്ങ് കൂടുതൽ ഇത് നീട്ടുന്നില്ല സാറേ, ഞാനങ്ങ് നിർത്തുക. ഓക്കെ, ശരി. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ ഇടതു മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ്. അതിൻ്റെ
സ്ഥാനാർത്ഥിയാണ്. 2021 നിയമസഭാ മണ്ഡലത്തിൽ തിരുവനന്തപുരം നിയമസഭയിൽ നിന്നാണ് ആന്റണി രാജു ജയിച്ചു കയറുന്നത്. VS ശിവകുമാറിനെയൊക്കെ പരാജയപ്പെടുത്തി വരികയാണ്. കോടതി ഇന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കേസിൻ്റെ കഥ കേൾക്കുമ്പോൾ ഇത് ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? അടിവസ്ത്രം വെട്ടിയാണ് മാറ്റുന്നത് കോടതിയിൽ നിന്ന്. തീർച്ചയായും നമ്മൾ ഇപ്പം കുറേ ദിവസമായിട്ട് കുറേ അധികം ദിവസങ്ങളായിട്ട് പല വിഷയം കുറേ അധികം ദിവസങ്ങളല്ല ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് നമ്മൾ കൊറോണ കാലത്തിന് അതിനു മുമ്പ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയം തന്നെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഈ സർക്കാരിനെതിരെ മേളിൽ ആരോപണങ്ങളായിട്ട് വരികയാണ്. അപ്പൊ നമ്മൾ ഞാനിപ്പോ ഏതെങ്കിലും ഒരു സർക്കാരിനെതിരെയല്ല ശ്രീ രാധാകൃഷ്ണൻ. ഇത് നിയമസഭാ സാമാജികരായി നമുക്ക് മുന്നിൽ ആളുകൾ അവതരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ ആണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇവർക്ക് എങ്ങനെ ഈ നാടിനെ സേവിക്കാൻ കഴിയും? ഒരു പാർട്ടിക്ക് അവരുടെ ഒരു ഉത്തരവാദിത്വമില്ലേ? ഒരു മുന്നണിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? ഇതുപോലെയുള്ള ആളുകളെ നിർത്തരുത് എന്ന് പറയാനുള്ള ഒരു ആർജവം വേണ്ടേ? ഞാൻ പറഞ്ഞു വന്ന മുഴുവൻ പൂർത്തീകരിക്കുമ്പോൾ താങ്കൾ പറയുന്ന അർത്ഥത്തിലോട്ടാണ് വരുന്നത്. അതുകൊണ്ടായി പറഞ്ഞത് ഞാൻ പൂർത്തീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, ആരോപണങ്ങൾ, അതില് ആരോപണങ്ങൾക്ക് വിധേയരായിട്ടുള്ളവരൊക്കെ കോടതിയുടെയും നിയമ സംവിധാനത്തിന്റെയും ഒക്കെ മധ്യത്തിൽ നിൽക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി അടക്കം കാലങ്ങളായിട്ട് എന്താ പറയുന്നത്, ആരാണോ തെറ്റ് ചെയ്തത്? ഇപ്പൊ ഞാനിത് പതിറ്റാണ്ടുകൾ നരസിംഹറാവുവിന്റെ കാലം തൊട്ടിങ്ങോട്ട് ഏത് പാർട്ടിയിലാണ് വിഷയം, അതായത് പുകഞ്ഞ കൊള്ളികൾ ഉണ്ടെങ്കിൽ പുറത്ത് കളയണം. ഏത് പാർട്ടിയിലാണ് ഹരിചന്ദ്രന്മാരുള്ളത്? നടപടിയെടുക്കണം. ഞങ്ങൾ അന്നോട്ടേ പറയുന്നില്ലേ, താഴേത്തട്ടിലുള്ള പ്രവർത്തകരാണ് ഏത് മുന്നണിയിലും രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു ആരെങ്കിലും രക്ഷിക്കാമെന്ന്? ഇല്ല. കോടതിയുടെ നമ്മളിപ്പോ ആർക്കെതിരെ ആരോപണം വന്നാലും അത് നമ്മുടെ ഈ ആരോപണമൊക്കെ തെളിഞ്ഞു വരുമ്പോഴേക്കും 30 കൊല്ലം. ഇത് സംഭവം നടക്കുന്ന എപ്പോഴാണെന്നറിയാമോ? 1990 നമ്മുടെ ഈ പൊതുവേദി കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും അന്ന് ജനിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. 10-30 വയസ്സായവരൊക്കെ അന്ന് മല്ല ജനിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1990 ഈ ഹാഷിഷ് ഒളിപ്പിച്ച് കടത്താൻ ഈ ഓസ്ട്രേലിയൻ സ്വദേശി ശ്രമിക്കുന്നത്, 61 ഗ്രാം. അങ്ങനെ അയാളെ പിടികൂടുകയാണ്, 10 വർഷം തടവിന് വിധിക്കുന്നു. അതിനുശേഷം 94 ഈ ഹൈക്കോടതിയിൽ ഇതിൻ്റെ അപ്പീൽ വരുന്നത്. അയാളെ അതിൽ വെറുതെ വിടുന്നു. അതെങ്ങനെയാ? തൊണ്ടി മുതലായ അടിവസ്ത്രം പ്രതിക്ക് പാകമല്ല. എന്തൊരു ഒരു കോടതിയെ, ഒരു നിയമ സംവിധാനത്തെ ഇതിനെ കൂടുതൽ എങ്ങനെ ഒരാൾക്ക് അപമാനിക്കാൻ കഴിയും? അവിടെ കൊണ്ടുപോയി ഈ അടിവസ്ത്രം വെട്ടി വേറെ അടിവസ്ത്രമാക്കി വെക്കുകയാണ്. എന്നിട്ട് ഈ സാർവദോർ സാലി എന്ന അയാൾ നാട്ടിലേക്ക് സുഖമായി മടങ്ങുകയാണ്. എന്നിട്ട് വേറൊരു കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുമ്പോൾ പറയാൻ ഇതൊന്നും ഒരു വിഷയമല്ല, ഞാൻ ഇന്ത്യയിൽ കേരളത്തിൽ ഇതൊക്കെ ജെട്ടിയൊക്കെ മാറ്റി വെട്ടി വേറെ തരത്തിൽ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന്. ഈ നീതിന്യായ വ്യവസ്ഥയുടെ മുഖത്ത് ഇതുപോലെ കരിവാരി തേക്കുന്ന ഒരു സംഭവത്തിലേക്ക് കേരളത്തിൻ്റെ ഒരു മുൻ മന്ത്രിയാണ് നിന്നിരിക്കുന്നത്. നമ്മുടെ ചട്ടങ്ങൾ പലതും മാറ്റിയെഴുതണം. മാറ്റുവൻ ചട്ടങ്ങളെ എന്ന് പറയും. നമ്മളെ നിയമ സംവിധാനം വളരെ, നമ്മളൊരു നൂറല്ല, എന്റെ അഭിപ്രായം പറയുന്നത് 15-ാം നൂറ്റാണ്ടിലെ നിയമങ്ങളാണ് നമുക്കിപ്പോഴും. കാലഘട്ടത്തിനനുസരിച്ച് നിയമങ്ങൾ മാറണം. നിയമത്തിന് മുന്നിൽ ഒരു രാഷ്ട്രീയക്കാരനും ഒരു കുറ്റവാളിയും അതീതരല്ല. ഞങ്ങൾ ആരും ന്യായീകരിക്കുന്നില്ല. ആര് തെറ്റ് ചെയ്താലും അവിടെ ശിക്ഷിക്കപ്പെടണമല്ല. ഞങ്ങൾ പറയുന്നത് എന്താണ്, ഏത് പാർട്ടി, നമ്മളിപ്പം ഇതിനകത്തിപ്പോൾ ഈ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് പറയാൻ നോക്കത്തില്ല. എല്ലാ പാർട്ടിയിലും പ്രശ്നക്കാരുണ്ട്. പലരും നിൽക്കുന്നത് മുതലാക്കാനാ. ഞങ്ങൾ സാധാരണ താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് ഞങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാം. ഞങ്ങൾ കാര്യം ഭയക്കണ്ട. ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ളത്? മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നിരവധി, ഇവിടുത്തെ കേരളം മുഴുവൻ ഉച്ചകൂത്തി നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി എന്താ പറയുന്നത്, എന്റെ മടിയിൽ കനമില്ല, നിങ്ങൾ ആരുടെ പേരിലോ നടപടിയെടുത്തോ. പണ്ട് VS-നെതിരെ പലരും വന്നപ്പോഴെന്താ പറഞ്ഞത്, നിങ്ങൾ എന്റെ ബന്ധുക്കളുടെ പേരിലോ എന്റെ മക്കളുടെ പേരിൽ നിങ്ങൾ ആരോപണം പറയാതെങ്കിൽ കോടതി നടപടിയെടുക്കട്ടെ എന്ന് പറഞ്ഞ ആളാണ് VS. ഞങ്ങൾക്ക് അതിലൊന്നും ഭയമില്ല. ആന്റണി രാജു അല്ല ആരായാലും തെളിവ് സഹിതം ഉണ്ടെങ്കിൽ ഇപ്പൊ ആർക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ? പിന്നെ നിയമത്തിന്റെ കാലതാമസം, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പല നിയമങ്ങളും മാറ്റി എഴുതേണ്ടത്. സത്യത്തിൽ നമ്മൾ ഇവിടുത്തെ കുറ്റകൃത്യങ്ങൾ വെച്ച് നോക്കിയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ കണക്ക് സഡനായിട്ട് തൂക്കിക്കൊല്ലേണ്ട, വധശിക്ഷ വിധിക്കേണ്ട കേസുകളാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി അത് അനുവദിക്കുന്നില്ല. അത് എന്റെയോ താങ്കളുടെയോ അല്ലെങ്കിൽ ഒന്നും ഇവിടുത്തെ സർക്കാരിന്റെയോ കുഴപ്പങ്ങളല്ല. ജുഡീഷ്യറിയും ലെജിസ്ലേറ്റീവും ചേർന്ന് നിന്നുകൊണ്ട് കാലത്തിനനുസരിച്ച് നിയമങ്ങൾ മാറ്റണം. അത് ആന്റണി രാജു ആവട്ടെ, അത് മറ്റൊരാളാകട്ടെ, പത്മകുമാർ ആകട്ടെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, ഏതെങ്കിലും ഒരു പാർട്ടിയല്ല, കുറ്റവാളിയായിട്ട് കോടതിയുടെ മുമ്പിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ബാലകൃഷ്ണപിള്ള കിടന്നിട്ടില്ലേ? BJP-യിലെയും അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് അറിയാമല്ലോ, കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ, നരസിംഹറാവുവിന്റെ ഒക്കെ നാണം കെട്ട കഥകൾ താങ്കൾക്ക് അറിയാമല്ലോ. അപ്പൊ ഞങ്ങൾ ആരും ഇടതുപക്ഷക്കാർ, ഞങ്ങൾ പറയുന്നത് താഴെത്തട്ടിലോടെന്ന് പറയാൻ അധ്വാനിക്കാതെ വരുന്ന നേതാക്കന്മാരായിട്ടുള്ളവര് കുറ്റം ചെയ്യുകയാണെങ്കിൽ അവരകത്തിടണം. ഏത് പാർട്ടി ശുദ്ധീകരിക്കണം? താഴെത്തട്ടിലുള്ള ഞങ്ങളെ പോലുള്ളവരോട് കടുക്കാത്തവരും ചെയ്യുകയാണ്. കുറ്റവാളികൾ ഏത് പാർട്ടിയിലാലും ശിക്ഷിക്കപ്പെടണം. പക്ഷെ നമ്മുടെ നിയമം പോരാ. അതിന് ഞാനോ താങ്കളും ഒന്നും അതിൽ ഉത്തരവാദികളല്ല. കാലാനുസൃതമായി ഇനിയെങ്കിലാണ്, കേന്ദ്രമൊക്കെ വേറെയല്ലേ, പിണറായി അങ്ങോട്ട് മാറിയിരിക്കട്ടെ, കേന്ദ്രത്തിന് പല നിയമങ്ങളിലും മാറ്റം കൊണ്ടുവരാമല്ലോ. അവർ നേരത്തെ പേരിനകത്ത് മാത്രം കേന്ദ്രം മാറ്റം കൊണ്ടുവന്നാൽ പോരാ, പഴയ പേരുകളൊക്കെ മാറ്റിയിട്ട് പുതിയ പേരാക്കിയാൽ പോരാ.
അപ്പൊ മാറ്റങ്ങൾ നിയമ സംവിധാനമായിട്ട് ഇന്ത്യയുടെ ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും ചേർന്ന് നിന്നുകൊണ്ട് നിയമങ്ങൾ മാറ്റട്ടെ. അതിന് ഒരു പാർട്ടി നേതാവും അതീതരല്ല. ഇപ്പൊ ആന്റണി രാജു പിടിക്കപ്പെട്ടു പോയതുകൊണ്ടോ, പത്മകുമാർ അകത്തായതുകൊണ്ടോ, നരസിംഹറാവു അകത്തായതുകൊണ്ടോ എന്തെല്ലാം കേസുകള്. തെഹൽക്ക ഇടപാട്, BJPയുടെ ഏറ്റവും പാവപ്പെട്ടവനായിട്ടുള്ള ബംഗാരു ലക്ഷ്മൺ കേവലം 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. ഏത് 1 ലക്ഷം രൂപ ഒരു അത്യാവശ്യം ഒരു ഭേദപ്പെട്ട തുകയായിരുന്നു. പക്ഷെ അല്ല, ഞാൻ BJP പോലെ ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ അത് ചെയ്യേണ്ടി, ഞാനത് കണ്ടത് ആ ദൃശ്യങ്ങളെ കാശിങ്ങനെ വാങ്ങുക എണ്ണി. പക്ഷെ അവർ മാറ്റി. അതിന്റെ രസകരമായ ഒരു സംഭവം രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഞാൻ അത് ഓർത്തു പോവുകയാണ്. ഞാൻ ആ സമയത്ത് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനൊക്കെ ആയിട്ട് ജോലി ചെയ്തൊരു സമയത്താണല്ലോ ഇത് നടക്കുന്നത്. ഇയാളെ മാറ്റി, ബംഗാരു ലക്ഷ്മണനെ മാറ്റി. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തു. അങ്ങനെയാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞങ്ങളൊക്കെ പാർട്ടിക്കാരാണെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ശ്രീ മനു തെറ്റിദ്ധരിക്കും. ഞങ്ങളൊക്കെ പാർട്ടിക്കാരായിട്ട് അന്ധമായിട്ട് വന്നിരുന്ന ന്യായീകരണ തൊഴിലാളിയൊന്നുമല്ല. ഞങ്ങളൊക്കെ പാർട്ടിയും നമ്മുടെ സംവിധാനം ഇടതുപക്ഷക്കാരനാ. പാർട്ടി ആയാലും ഏത് നമ്മുടെ പൊതു സംവിധാനം നന്നാവണം, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാദേശികമായിട്ട് പലരോടും കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനുവേണ്ടി ധാരാളം നഷ്ടങ്ങളും നമുക്കുണ്ടാകുന്നുണ്ട്. കാരണം നമുക്ക് പാർട്ടിസേവ അങ്ങനൊന്നുമില്ല. ഏത് പാർട്ടി, കാരണം ഇടതുപക്ഷത്തെ കുഴപ്പമുണ്ടെങ്കിൽ അവരെ നന്നാക്കണം, ഇടതുപക്ഷം രക്ഷപ്പെടണം. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം ഇടതുപക്ഷമാണ് ഈ രാജ്യത്തിന്റെ അവസാനത്തെ ആധാരം. ഏത് പാർട്ടിക്കാര് ഞങ്ങൾ മോശം 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 എന്ന് പറഞ്ഞാലും ഞങ്ങൾ വീണ്ടും അവസാനമായിട്ട് പറയുന്നു, എന്ത് കുറ്റമുണ്ടെങ്കിലും സാധാരണക്കാരുടെ എന്തെങ്കിലും പട്ടിണിക്കപ്പുറം ഒന്നും ഇല്ലല്ലോ. ഈ കോൺഗ്രസോ അല്ലെങ്കിൽ BJPയോ പോലെ അന്യന്റെ ദുഃഖത്തിൽ കണ്ണീര് അല്ലെങ്കിൽ സഹതാപം ഉണ്ടാകണമെങ്കിൽ ഇടതുപക്ഷത്തിന് മാത്രമേ പറ്റൂ. അതുകൊണ്ട് ആന്റണി രാജു അല്ല, പത്മകുമാർ അല്ല, ആരെയാലും അകത്തുണ്ട്. അതല്ലേ ഞങ്ങളെ മുഖ്യമന്ത്രി ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നത്. സമയക്കുറവ് കൊണ്ടാണ് മറ്റാളുകൾ കൂടി കാത്തു. ഏതായാലും അങ്ങനെയൊക്കെ ആവശ്യത്തിന് സമയം കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഷിജു നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സന്തോഷം. ഷിജുവിനെ എല്ലാ ദിവസവും കാണാതെ തുടക്കത്തിൽ തന്നെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. ബിലേറ്റഡ് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള മറ്റ് ആങ്കർമാർക്കും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹാദരങ്ങൾ ഉണ്ട്. അപ്പോൾ അരുന്ധതി കോലംപറമ്പത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അരുന്ധതി, ഹലോ, ഹാപ്പി ന്യൂ ഇയർ. പുതുവത്സരത്തിലൊക്കെ എത്തിയല്ലോ, സന്തോഷം. അപ്പോൾ KRK ജോർജ് കേട്ടോ, KRK ജോർജ് ന്യൂസിലാൻഡിൽ നിന്നാണ് എന്ന് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നമസ്കാരം മനു, ന്യൂസ് 18 ഒരു ഇലക്ഷൻ പ്രീപോൾ സർവേ ചെയ്യുന്നുണ്ടോ ഉടനെ? നമുക്ക് ഒരു പ്രീപോൾ സർവേകളൊക്കെ നമ്മൾ ന്യൂസ് 18 പല ഘട്ടങ്ങളിൽ പ്രീപോൾ, എക്സിറ്റ് പോൾ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഘട്ടത്തിലും പ്രതീക്ഷിക്കാവുന്നതാണ്. രഘുനന്ദനൻ പറയുന്നു, കുറ്റക്കാരൻ ആരായിരുന്നാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ചിരിക്കണം എന്ന് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നു. ബദിരി എന്നോട് പറയുന്നത് ബസ്സുകാരുടെ പ്രാക്കാണെന്നാണ്. ബസ്സുകാരുടെ പ്രാക്കല്ല, കയ്യിലിരിപ്പിൻ്റെ പ്രശ്നമാണിത്. ബസ്സുകാരും പ്രായി കാണുമെന്ന് എനിക്കറിയില്ല, ബദരിക്ക് ബസ്സുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗതാഗത മന്ത്രിയായിരുന്നു, പക്ഷേ ആ കാലത്ത് ബസ്സുകാരെന്തെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ആന്റണി രാജു നിരപരാധിയാണ്, പഞ്ചപാവമാണ്, ഭൂഷായിസം മൂർദാബാദ്, മുഖ്യമന്ത്രി ആകേണ്ട നേതാവാണ് ശിവശങ്കരൻ പറയുകയാണ്. ഓക്കെ, LDF പ്രതിസന്ധിയിലാകുമെന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ മാർച്ചിൽ ഏപ്രിൽ മാസത്തിനുള്ളിൽ തന്നെ വരണം എന്നാണ് പറയുന്നത്. ബ്ലൈറ്റി ഡേയ്സ് എന്നോടൊപ്പം ചേരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ന്യൂസിലാൻഡിൽ മാത്രം നമുക്കൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേർന്നു. ഇതാ ഇംഗ്ലണ്ടിൽ നിന്ന് ബ്ലൈറ്റി ഡേയ്സ് നമുക്കൊപ്പം ചേരുന്നു. പല നേതാക്കൾക്കും രഹസ്യമുണ്ട്, അതുകൊണ്ടാണ് ഇത്തരക്കാരെ ഒഴിവാക്കാൻ പറ്റാത്തതെന്നാണ്. അപ്പോൾ ഇവർ പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഒഴിവാക്കാൻ പറ്റാത്തതെന്ന്. അപ്പോൾ സദാശിവൻ പറയുന്നു, ശ്രീ സദാശിവൻ നായർ പറയുന്നത്, ഞാൻ സ്ഥിരം പൊതുവേദി പ്രേക്ഷകനാണ്, വയസ്സ് 78, 4 മണിക്ക് പൊതുവേദി വയ്ക്കുമ്പോൾ മനു അല്ല എന്ന് കാണുമ്പോൾ നിരാശ. ആണോ? ഓ ശരി. അപ്പോൾ ഞാൻ ഈ സദാശിവൻ നായരുടെ ഈ പ്രശംസയിൽ അങ്ങേയറ്റം ധൃതംഗ പുളകിതനായിരിക്കുകയാണ്. എനിക്ക് അങ്ങേയറ്റം സന്തോഷം. അങ്ങേ എല്ലാ ദിവസവും ഇവിടെ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാനത് അങ്ങയോടുള്ള ആ സ്നേഹം കാണിക്കാറുണ്ട്. അപ്പോൾ 30 വർഷത്തിന് ശേഷം കുറ്റം തെളിയുന്ന നീതിന്യായ വ്യവസ്ഥ മാറപ്പെടണം, അതിനൊന്നും നേതാക്കൾക്ക് സമയമില്ല എന്ന് പറയുന്നു. താങ്ക്സ് ഫോർ യുവർ ഗ്രേറ്റ് വേർഡ്സ് മനു, ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ഫോർ മീ ടു ആഡ് മോർ കമൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഷിജു നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പോൾ ക്രിസ് എന്നോട് പറയുന്നു, മനു വൈ സോ മച്ച് ടൈം ഫോർ രാധാകൃഷ്ണൻ ചാത്തന്നൂർ. അതല്ലേ ഞാൻ ക്രിസ് എത്ര സമയം കൊടുത്തത്. രാധാകൃഷ്ണൻ ചാത്തന്നൂർ നമ്മുടെ ഒരു പൊതുവേദി പ്രേക്ഷകനാണ്, ഒരു പൊതുകാര്യ പ്രസക്തനാണ്. അദ്ദേഹം ഒരു ഇടത് സഹയാത്രികനാണ്, CPI കാരനാണ്. അപ്പോൾ നമ്മുടെ പല കാര്യങ്ങളിലും അദ്ദേഹം വിളിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച അഭിപ്രായം പറയുന്ന ഒരാളാണ്. അപ്പോൾ ഈ തവണ ഈ കാര്യത്തിൽ ഒരു ന്യായീകരണ തൊഴിലാളിയെ വരുമോ എന്ന് ഞാൻ നോക്കിയതാണ്. പക്ഷേ നമ്മുടെ പൊതുവേദി പ്രേക്ഷകർക്കുള്ള ഒരു പൊതു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവർ ചിലരൊക്കെ ഇങ്ങനെ അന്ധമായി ന്യായീകരിക്കുന്നുണ്ടെങ്കിലും ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരിനെ പോലുള്ളവർ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു. അത് ഏതൊരു പാർട്ടിയിലായാലും അവിടെ ഒരു സംശുദ്ധമായ ഒരു രാഷ്ട്രീയ രീതി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. അവരതുകൊണ്ടാണ് കൂടിയാണ് ഈ സമയം പൊതുവേദിക്കൊപ്പം എപ്പോഴും ചെലവഴിക്കുകയും അവർ ഉദ്ദേശിക്കുന്ന ഈ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. ജയകുമാർ എന്നോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ.
നമസ്കാരം സാറേ. എന്താണ് ഈ തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു MLA ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറ്റിയിരിക്കുന്നത്? സാറേ, എനിക്ക് ഇതിനകത്ത് ചോദിക്കാനുള്ള എന്താ വെച്ചാല്, ആ ഈ ആന്റണി രാജുവിന് ഈ ഇദ്ദേഹമായിട്ടുള്ള വക്കാലത്തില്ല. ഇദ്ദേഹം അവിടെ ഒപ്പിട്ട് മേടിച്ചു, ആ സാധനം എല്ലാം കൂടെ ഒപ്പിട്ട് മേടിച്ചു, അദ്ദേഹത്തിന്റെ ഒപ്പാണ്. എല്ലാം തെളിയിക്കാൻ പോയിട്ട് ആണെന്നത് തെളിഞ്ഞു. പക്ഷെ ഈ വക്കീൽ എന്ത് ഗൂഢാലോചനയാണ് ഇതിൽ പറയുന്നത്? ഈ വക്കീലിനെ എന്താണ് പിടിക്കാത്തതെന്നാണ്. ഈ സലീം വിൽഫട്ട് എന്ന് പറഞ്ഞൊരു ആളാണല്ലോ ഇദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ്. അപ്പൊ ഇദ്ദേഹം എന്ത് വരെ ഇതിനകത്ത് ഉൾപ്പെടാത്തതെന്നാണ് എന്റെ ഒരു സംശയം. കേസിലെ ഒന്നാം പ്രതി വേറെ ഉണ്ട്, ജോസ് ഉണ്ട്, ഉണ്ട്. അത് മറ്റേ അയാളും ഇയാളും കൂടി ചെയ്തെന്നാണ് കോടതി കണ്ടെത്തിയത്. അതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എനിക്കിപ്പോ അത് വെച്ചല്ലേ പറയാൻ പറ്റൂ. ഞാൻ സാറേ, ഇതിന്റെ ഒരു ജൂനിയർ അല്ലേ? അപ്പൊ ഈ ഗൂഢാലോചന ഉണ്ടെങ്കിൽ ഹെഡ് വക്കീൽ സീനിയർ വക്കീൽ അറിയാതെ എന്തായാലും നടക്കില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു സംശയമാണ് ഞാൻ ഇപ്പൊ ചോദിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ വിളിച്ചത്. ഞാനൊന്നല്ലേ സാറേ. ഹലോ. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കേൾക്കാം. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം സന്തോഷ് കൂടി ചേരുകയാണ്, കാസർഗോഡ്. സന്തോഷ്, ശ്രീ സന്തോഷിന് ഈ തൊണ്ടി മുതൽ തിരിമറി കേസിനെ സംബന്ധിച്ച് എന്താണ് തോന്നുന്നത്? നമ്മുടെ ഒരു നാട്ടിൽ ഒരു കോടതിയിൽ ഒരാൾ, അത് ലഹരി കേസാണ്. ഈ നാടിന്ന് എത്രമാത്രം അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് അനുഭവിക്കും. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും സംരക്ഷിക്കാൻ നമ്മളിന്ന് പാടുപെടുകയാണ്. 7, 8, 9 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇന്ന് ലഹരിക്ക് അടിമയാണ് ചിലരൊക്കെ. അപ്പോൾ അവർ ആ ഒരു സാഹചര്യത്തിൽ രക്ഷിതാക്കൾ ഭയാശങ്കയോടുകൂടി നീങ്ങുകയാണ്. പലയിടത്തും അധ്യാപകരും പോലീസും ഒക്കെ സംയുക്തമായി മയക്കുമരുന്നിനെതിരെയുള്ള നീക്കം നടത്തി കുട്ടികളെയൊക്കെ പലരെയും രക്ഷിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇതുപോലെ മയക്കുമരുന്നുമായി വന്ന മനുഷ്യനെ, ഇവിടുത്തെ നിയമസഭാ സാമാജികൻ ആയിരുന്ന ഒരാളുടെ ചരിത്രം പുറത്തു വരുന്നത്. ഇത് നാടിന് എന്ത് സന്ദേശം നൽകും? സന്തോഷം, ഈ രാഷ്ട്രീയക്കാർ ഒരു 90% ഇങ്ങനെ തന്നെ എടുക്കാം. കാരണം ഇവർക്ക് തന്നെ അഴിമതി കാണിച്ചാൽ പോലും നേരത്തെ ഒരു രാധാകൃഷ്ണൻ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ബാലകൃഷ്ണപിള്ള ജയിലിൽ കിടന്നില്ലേ? എവിടെയാ കിടന്നത്? ഹോസ്പിറ്റലിൽ കിടന്നത്. ജയിലിൽ എത്ര ദിവസം കിടന്നത്? അതാണ് ഈ രാഷ്ട്രീയക്കാർക്ക് തന്നെ പിൻബലമാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നേരത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ CPM-ന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന എന്നാണ് ലഹരി വിമുക്തമാണ്, ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നതാണ്. എന്നിട്ടെന്താ, പിന്നെ ആലപ്പുഴയിലുണ്ടായിരുന്ന ഷാനവാസ് എന്ന് പറഞ്ഞ അവർ സസ്പെൻഡ് ചെയ്താണ് പാർട്ടിയിൽ നിന്ന് 1 കോടി രൂപയുടെ ഹാൻഡ്സാ പിടിച്ചത്, പുകയില ഉൽപ്പന്നങ്ങൾ. ആ വ്യക്തിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. എന്താണ് ഇതിൽ സന്ദേശം കൊടുക്കുന്നത്? ലഹരിക്കെതിരെയാണ്. എന്നിട്ട് എന്താണ് സന്ദേശം കൊടുക്കുന്നത്? പാർട്ടിക്കാരെല്ലാരും ഇങ്ങനെയാണ്. ഒരുവിധം എല്ലാ പാർട്ടിയിലും ഇതാണ്. കാരണം ഇവർക്കറിയാം 10-30 വർഷം കഴിയണം, കുറഞ്ഞത് ഒരു 10-20 വർഷമെങ്കിലും കഴിയും. അതുവരെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഇങ്ങ് താണ്ടി പോവും. പണം മുടക്കാൻ ഗവൺമെന്റിന്റെ ഖജനാവുന്ന വരെ പണം മുടക്കിയിട്ട് വേണേ ചെയ്യും. പക്ഷെ 10-30 അന്നേരം ഈ 50 വയസ്സ് 60 വയസ്സായവനാണ് ഈ അഴിമതി കാണിക്കുന്നത്. അപ്പം ഒരു 80 വയസ്സാവും. പിന്നെ എന്താ കുഴപ്പം? പിന്നെ പ്രായാധിക്യത്തിന്റെ ഒരു ആനുകൂല്യം കിട്ടി അവസാനം ഇത് കേസ് വിധിയായി വരുമ്പോഴേക്കും പരലോകത്ത് എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രായാധിക്യത്തിന്റെ ആനുകൂല്യം കിട്ടി രക്ഷപ്പെടാൻ കഴിയും അല്ലേ? അതെ, രക്ഷപ്പെടാം. കാരണം ഈ ഒരു 60 വയസ്സ് കഴിഞ്ഞവൻ ഉണ്ടാക്കണം, എന്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കണം, മറ്റവർക്ക് വേണ്ടി ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ഇപ്പം നമ്മളെ PJ കുര്യന്റെ ഇതിൽ വന്നു, മന്നം ജയന്തിയിൽ തന്നെ. ഞാനിട്ട് രാഹുൽ മാങ്കൂട്ടം പോയി PJ കുര്യന്റെ ചെവിയിൽ വർത്താനം പറഞ്ഞപ്പോഴത്തേക്ക് ഈ അന്ന് വൈകുന്നേരം PJ കുര്യൻ തിരിഞ്ഞു. എന്താണ്? ബ്ലാക്ക് മെയിൽ ആയിരിക്കും അല്ലെ? രാഹുൽ മാങ്കൂട്ടത്തെ പറയാൻ പോയ PJ കുര്യന്റെ കാര്യം പറഞ്ഞാൽ അതിനേക്കാൾ രസമാണ്. ഞാൻ പിന്നെ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതാണ് സാർ ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ നമ്മളെ പിന്നെ മറ്റുള്ള ആൾക്കാരുടെ ഇടയിൽ വലിയ അഭിപ്രായങ്ങളും ഇതും പറയുന്നവര്, രാഹുൽ മാങ്കൂട്ടം അവിടെ പോയി 10 മിനിറ്റ് PJ കുര്യന്റെ ചെവിയിൽ പറഞ്ഞപ്പം അയാൾ നേരെ വൈകുന്നേരം ആയപ്പോ തിരിഞ്ഞു. നമുക്ക് കുഴപ്പമില്ല, CPM-ലും ഇല്ലേന്നാ ചോദിക്കുന്നത്. CPM-ലുണ്ടോ, പിന്നെ ഇടതുപക്ഷത്തിലുണ്ടോ, BJP-യിലുണ്ടോ എന്നല്ല, സ്വന്തം നന്നാക്കിയല്ലോ വേണ്ടത്, സ്വന്തം പാർട്ടിയെ നന്നാക്കിയല്ലോ വേണ്ടത്. അപ്പൊ ഇയാളെ ഭാഗത്ത് എന്തോ തെറ്റുണ്ട്, നല്ല തെറ്റുണ്ട്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതിൽ തെളിവുണ്ട്, ഞാൻ നിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടാവും, പുറത്തിട്ട് വിടുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ ശിവശങ്കർ പറയും 30 വർഷത്തിന് ശേഷം കുറ്റം തെളിയിക്കുന്ന നീതിന്യായ വ്യവസ്ഥ മാറ്റപ്പെടണം, അതിനൊന്നും നേതാക്കൾക്ക് സമയമില്ല എന്ന് പറയുന്നു. പിന്നെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇപ്പോൾ പാർട്ടികൾക്ക് ആവശ്യമില്ല, പാർട്ടികൾ ഇപ്പോൾ ആ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, സിദ്ധാന്തങ്ങൾ ചിതൽ പിടിക്കുന്നു, നേതാക്കൾ പറയുന്നത് സിദ്ധാന്തങ്ങളാകുന്നു എന്ന് ശ്രീ മണി എന്നോട് പറയുന്നു, DRMP മണി.
അപ്പോൾ ശ്രീ മണി പറയുന്നത് വളരെ 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 ശരിയാണ്. കാരണം ഇപ്പോൾ പണ്ടൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിനോട് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ ചരിത്രം അറിയാമായിരുന്നു, പല മുൻകാല നേതാക്കളുടെ പ്രയത്നങ്ങൾ അറിയാമായിരുന്നു, അവർ അനുഭവിച്ച ത്യാഗങ്ങൾ അറിയാമായിരുന്നു. ഇന്ന് പല രാഷ്ട്രീയ നേതാക്കൾക്കും ആ ചരിത്രവും ഒന്നും അറിയില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ കയറിയാൽ എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാം എന്ന് കരുതി നേതൃരംഗത്തേക്ക് വരുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയ വിദ്യാഭ്യാസം നമ്മുടെ നാടിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നഷ്ടമാകുന്നു എന്ന ശ്രീ മണിയുടെ വാക്കുകൾ അങ്ങേയറ്റം കൃത്യമാണ്. ഇവരെല്ലാം കട്ടുമുടിച്ച് ഇനി ബാക്കി എന്ത് കൂടി എന്ന് ചോദിക്കണം എന്ന് എന്നോട് ശ്രീ ഉണ്ണി പറയുന്നു. ഇങ്ങനെയാണ് ആളുകളുടെ പോക്ക്. അപ്പോൾ ഈ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചാൽ അടിയിൽ എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഇനിയാണ് വരേണ്ടത്. ഗ്ലാഡിയേറ്റർ എന്നോട് പറയുന്നു, ആൻ്റണി രാജുവിൻ്റെ വോട്ട് ചിട്ട് ജയിപ്പിച്ചതും പ്രബുദ്ധ കേരളമല്ലേ എന്ന് ചോദിക്കുന്നു. ഗ്ലാഡിയേറ്റർ എന്ത് പറയാനാണ്, നമ്മുടെ പ്രബുദ്ധ കേരളം തന്നെ ആൻ്റണി രാജുവിനെ ജയിപ്പിച്ചതിന്. അപ്പോൾ ആ കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നു വെൽക്കം ബാക്ക്. അപ്പോൾ കിരൺ കമൻറ്റ് വായിക്കുന്നതിൽ വളരെ പിന്നിലാണെന്ന് പറയുന്നത്. അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം, വിളിച്ചിട്ട് കിട്ടാത്തവർ കമൻറ്റ് എഴുതുന്നതാണ് ഒരു. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ തർക്കമൊക്കെ മുറുകുമ്പോൾ ഇത് വിട്ടുപോകുന്നതായിരിക്കും. നമ്മുടെ കൃഷ്ണൻകുട്ടി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ ഒരിക്കലും അങ്ങനെ വേണം എന്ന് കരുതി മാറ്റിവെക്കാനും സാധ്യതയില്ല. അപ്പോൾ മഹേഷ് എന്നോടൊപ്പം ചേരും, കൊല്ലത്തുനിന്നാണ്. ശ്രീ മഹേഷ് നമസ്കാരം. മനു നമസ്കാരം. നമസ്കാരം ശ്രീ മഹേഷിനെ ന്യൂ ഇയർ ഒക്കെ കലക്കിയോ? ന്യൂ ഇയർ ഒക്കെ കുഴപ്പമില്ലാതെ പോയി. മനുവിന്റെ ഹെൽത്ത് ഒക്കെ എങ്ങനെ ഇരിക്കുന്നത്? ഹെൽത്ത് ഒക്കെ എങ്ങനെ, ഞാൻ മരുന്നിലൊക്കെയാണ്, പക്ഷെ കുഴപ്പമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും കുറച്ചും കൂടി പരിശോധനകളൊക്കെ നടത്തേണ്ടതുണ്ട് എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു. നോക്കാം. രാവിലെ വ്യായാമമൊക്കെ ചെയ്യുന്നത് നല്ലതാ. പിന്നെ ഞാനിത് കേട്ടോണ്ടിരുന്നതാണ്. മനു ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ നമ്മുടെ കേരളത്തില് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഓരോ ദിവസവും കേരളത്തിലെ മലയാളികൾ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ സ്വയം ഊറ്റം കൊള്ളുകയാണ് പ്രബുദ്ധ മലയാളി എന്ന്. പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നാലാൾ അറിഞ്ഞാൽ, ഇതുപോലെ ഒരു ഇത് മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകൾ അറിഞ്ഞാൽ ഒരുപക്ഷെ അവർ നാണിച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നല്ലേ? അതെ, അവരും നാണിച്ചു പോകുന്ന രീതിയിലേക്കാണ് ഇപ്പൊ നമ്മളെ കേരളത്തിലെ അവസ്ഥ പോകുന്നത്. ഈ ലഹരിയുടെ കാര്യം മനു പറഞ്ഞ പോലെ കേരളത്തിൽ ലഹരി വരും തലമുറയെ കാർന്നു തിന്നുന്ന ഒരു വലിയ വിപത്തായിട്ട് മാറിയിരിക്കുക. അപ്പൊ അതിനെതിരെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് നമ്മുടെ രമേശ് ചെന്നിത്തലയൊക്കെ വലിയ പ്രൗഢ കേരള പോലുള്ള വലിയ യാത്രകളൊക്കെ നടത്തി ലഹരിക്കെതിരെ സംഘടിപ്പിച്ച് വലിയ ബോധവൽക്കരണമൊക്കെയാണ് നടത്തിയത്. അപ്പം ഇപ്പൊ പിണറായി സർക്കാരിനകത്ത് ഇപ്പം സ്വർണം കട്ടതിനെക്കാട്ടും കൂടുതൽ സ്വർണം കട്ടവൻ ആരപ്പ എന്ന് പറഞ്ഞതിന് പോലൊരു പാട്ടിറങ്ങിയ പോലെ ഇനിയിപ്പൊ ജെട്ടി കട്ടവൻ ആരപ്പ എന്ന് പറയുന്ന ഒരു പാട്ടായിരിക്കും ഇനി ഇറങ്ങാൻ പോണത്. കാര്യം സാധാരണക്കാരന്റെ ആശ്രയം എന്ന് പറയുന്നത് കോടതിയാണല്ലോ. കോടതിയിൽ ചെല്ലുമ്പം ജനങ്ങൾക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്, സത്യസന്ധമായിട്ടുള്ള നീതി ലഭിക്കുമെന്ന്. അവിടെ പോലും തെളിവുകൾ അട്ടിമറിച്ച് ഇതേപോലുള്ള പരിപാടികൾ കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയേണ്ടത്? എന്നിട്ട് അവരെയൊക്കെ ജനങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് മന്ത്രിയാക്കുന്നു. വെള്ളം ഡ്രസ്സ് ഇട്ട് കൊടുത്ത് പൗഡർ ഇട്ട് കുട്ടപ്പനാക്കി ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുകയാണ് അല്ലേ? ഞാൻ രാഷ്ട്രീയം പറയല്ല എങ്കിലും ആ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ച് മന്ത്രിയാക്കി ജനങ്ങളുടെ മുമ്പിൽ 2.5 വർഷം മന്ത്രിയാക്കി അവർ ഇനിയും നിൽക്കുക. അപ്പോഴാണ് ഇത് വരുന്നത്. ഇനിയിപ്പോ ഇതിന്റെ പുറകെ ഇനിയിപ്പോ ഹൈക്കോടതി അപ്പീൽ പോകുമെന്ന് തോന്നുന്നു. പുള്ളിക്കൊക്കെ മരിക്കുന്നിടം വരെ അധികാരത്തിൽ ഇരിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങള് ഈ ഒരു 10 വർഷം കൊണ്ട് അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം അനുഭവിക്കുകയും ചെയ്ത് ഞെട്ടാനുള്ളതിന്റെ മാക്സിമം ഞെട്ടുകയും ചെയ്ത് എങ്ങനെയെങ്കിലും ഇവരൊന്ന് ഇറങ്ങി പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പം ജീവിക്കുന്നത്. ഇനിയിപ്പോ 2 മാസം കൂടെ കഷ്ടിച്ച് ഭരണമുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഇത് ഈ ഒരു വിപത്തങ്ങ് ഇറങ്ങി പോകുമല്ലോ എന്നുള്ളൊരു സമാധാനത്തിനാണ് കേരളത്തിലെ ജനങ്ങൾ ഇരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണല്ലേ. അപ്പൊ അതിന്റെ ബാക്കി ഒരു വിധി എന്തായാലും കേരളത്തിൽ UDF അധികാരത്തിൽ വരുന്ന രീതിയിലേക്ക് തന്നെ പോകും. അതിനകത്ത് ഇനി ഒരു മാറ്റം ഉണ്ടാവത്തില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ശ്രീദേവി എന്നോട് പറയുന്നത് അവർ ആദ്യം ഹിസ്റ്ററി പഠിക്കണം. ശ്രീദേവിയുടെ വാക്കുകൾ വളരെ കറക്റ്റാണ്. നമ്മളുടെ ഒരു രാഷ്ട്രീയ ചരിത്രവും എങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ അവരെ എത്ര ത്യാഗനിർഭരമായ ജീവിതമാണ് നയിച്ചത് എന്നതും പഠിച്ചു മനസ്സിലാക്കാത്ത ഒരു ജനതയ്ക്ക് എങ്ങനെ ആ രാഷ്ട്രീയ ആശയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അപ്പോൾ ജയകുമാർ പറയുന്നത് സത്യസന്ധമായി അന്വേഷിച്ച് നല്ലൊരു പോലീസ് ഓഫീസറെ കോടതി അങ്ങേയറ്റം വിമർശിച്ചു. ദൈവം അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞു എന്നാണ് പറയുന്നത്. മനു വീണ്ടും വന്നതിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഭയങ്കര സന്തോഷമെന്ന് മുരളീധരൻ നായർ പറയുന്നു. ഞാനിവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ മുരളീധരൻ നായരെ കണ്ടതിൽ എനിക്കും അങ്ങേയറ്റത്തെ സന്തോഷം. ശ്രീ മുരളീധരൻ നായർ നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ഗംഭീരമായി ആഘോഷിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ
ശ്രീകൃഷ്ണൻകുട്ടി പറഞ്ഞത് 100% ശരിയാണ്. അദ്ദേഹം വെറുതെ തർക്കിച്ച് ശരി, ഓക്കെ. അത് കിരൺ ബാബുവിനായിട്ടുള്ള വിമർശനമാണ്. ഓക്കെ, അത് കിരൺ ബാബു വായിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ശ്രീദേവി എന്നോട് പറയുന്നു കുബുദ്ധിയാണ് മലയാളിക്കുള്ളതെന്ന് പറയുന്നു. സുജിത്ത് പറയുന്നു പൊതുവേദി എല്ലാ ദിവസവും 4 മണിക്ക് വെച്ച് കേൾക്കാറുണ്ട്, ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്, അപ്പോൾ എൻ്റെ അവതരണമൊക്കെ നല്ലത് എന്നാണ് സുജാതൻ KN പറയുന്നത്. പറയാതെ വയ്യ, ആരോഗ്യം ശ്രദ്ധിക്കണം. അപ്പോൾ സുജാതൻ എന്ന് വായിച്ചു, സുജാത KN ആണ് കേട്ടോ, ഞാൻ സുജാത എന്ന് വായിച്ചു. ഓക്കെ, അപ്പോൾ സുജാതയ്ക്ക് എൻ്റെ എല്ലാവിധ ഹാപ്പി ന്യൂ ഇയർ ആശംസകളും, എൻ്റെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യം മാത്രം മതി, ആരോഗ്യമൊക്കെ തന്നെയാവും. നമുക്ക് ചുറ്റും നമ്മളെ നോക്കുന്ന കരുതലുള്ള ആളുകളുണ്ടെന്ന തോന്നലുണ്ടാകുമ്പോൾ തന്നെ നമ്മളിൽ തന്നെ യുവത്വവും ചെറുപ്പവും ഒക്കെ മടങ്ങി വരും. അപ്പോൾ സുജാതയ്ക്ക് നല്ലൊരു പുതുവർഷം ഉണ്ടാകട്ടെ കുടുംബത്തിനും കേട്ടോ. തൃശ്ശൂർ വീടെന്ന് പറയും. അപ്പോൾ സുജാതയുടെ തൃശ്ശൂരിൽ എവിടെയാണ് വീടെന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. ഓക്കെ, ഏതായാലും സദാനന്ദൻ MK എന്നോട് പറയുന്നത് ഒരു MLA രാഹുൽ മാക്കൂട്ടത്തിൽ അത്രയും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇത് അവരെ നോക്കി ഇവരെ നോക്കി അവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ സദാനന്ദൻ എന്താണെന്നറിയാമോ, നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ആ MLA ചെയ്തത് തെറ്റാണോ എന്നാണ്, ഇവിടെ മറ്റവർ ചോദിക്കുന്നത് ഇയാൾ ചെയ്ത് തെറ്റാണോ. പക്ഷേ നമ്മുടെ ജനങ്ങൾക്ക് ഒരു നല്ല ഭരണ സംവിധാനം ഉണ്ടാകണമെങ്കിൽ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഭരണസിരാ കേന്ദ്രങ്ങളിൽ വന്നേ മതിയാകൂ. അതിന് ആരൊക്കെ തിരുത്തണോ അവരൊക്കെ തിരുത്തണം. മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുൻപ് ആദ്യം നമുക്ക് തിരുത്താം എന്ന് പറഞ്ഞു തുടങ്ങുന്നിടത്ത് ഈ പ്രശ്നം അവസാനിക്കും. ഇത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊരു അക്രമ രാഷ്ട്രീയം പോലെയാണ്. മറ്റുള്ളവർ ആക്രമിക്കുന്നത് കൊണ്ട് ഞങ്ങളും ആക്രമിക്കുന്നു എന്ന് പറയുന്നിടത്തു നിന്ന് മാറി ഞങ്ങളിതാ മറ്റൊരു മാതൃക കാണിക്കുന്നുവെന്ന് പറയുന്നിടത്താണ് കാര്യങ്ങൾ തുടങ്ങുന്നത് എന്നതാണ് അതിലെ ശരി. അപ്പോൾ ക്രിസ് എന്നോട് പറയുന്നു മലയാളീസ് സോ എഡ്യൂക്കേറ്റഡ് ദാറ്റ് ആൻ്റണി രാജു വിൽ ബി അഗെയിൻ ഇലക്റ്റഡ് ഫ്രം തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത്. എന്ത് ചെയ്യാൻ ക്രിസ്. അപ്പോൾ പ്രദീപ് എന്നോടൊപ്പം ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. പ്രദീപ്, ഹാപ്പി ന്യൂ ഇയർ. കളിക്കോ പ്രദീപേ? കളിക്കി നമ്മുടെ മുഹമ്മദ് മഞ്ചേരി പോലെ ആൾക്കാരുള്ളപ്പോൾ ഇതുപോലെ ആൾക്കാർ ജയിക്കുന്നേ കുഴപ്പമില്ല. നമ്മുടെ ആനവാൽ മോദി കണ്ടില്ലേ, ഇതേപോലെ ഒരു സിനിമ ഇറങ്ങി കണ്ടില്ലേ? നമ്മുടെ ആന്റണി രാജുവിന് ജയിലിൽ പോയാലും ജീവിക്കാട്ടോ. കാരണം ജയിൽ പുള്ളികൾക്ക് അണ്ടർവെയർ ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. കറക്റ്റായിട്ട് അളവ് അറിയാം പുള്ളിക്ക്, അതിന് വരുമാനം കിട്ടുകയും ചെയ്യും. അങ്ങനെ കിടക്കാം പുള്ളിക്ക് സുഖമായിട്ട്. കാരണം പുള്ളിക്ക് അണ്ടർവെയറിന്റെ അളവൊക്കെ അറിയാം, കറക്റ്റായിട്ട് തയ്പ്പിക്കാനും അറിയാം, തയ്ക്കാനും അറിയാം, വെട്ടാനും അറിയാം. നമുക്ക് പിന്നെ കുഴപ്പമില്ല, ഇതുമായിട്ട് ജീവിക്കാൻ പുള്ളിക്ക് അവിടെ ചെന്നാലും. ഓക്കെ, ശരി. അപ്പോൾ ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഞാൻ ശ്രീനിവാസനെ സംസാരിച്ചെന്ന് വരും. ശ്രീനിവാസൻ, ഹലോ, നമ്മൾ ഒരിക്കൽ സംസാരിച്ചതല്ലേ, കേൾക്കാമോ? എനിക്കൊന്ന് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, KG കുമാർ കൊട്ടാരക്കരയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം. ശ്രീ കുമാർ, ഹലോ. കൊട്ടാരക്കരയിൽ എങ്ങനെയുണ്ടായിരുന്നു പുതുവർഷ ആഘോഷമൊക്കെ? ഗംഭീരമായിരുന്നോ? പുതുവർഷാഘോഷമൊക്കെ കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിയിൽ തന്നെ നടന്നു. അപ്പോൾ അവിടെ എന്താണ് പുതുവത്സരത്തിൽ എന്തായിരുന്നു പ്രത്യേകത? കേക്ക് മുറിച്ചോ? ഇല്ല, ഇവിടെ പിന്നെ അമ്പലക്കര ഗ്രൗണ്ട് എന്ന് പറയുന്നൊരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ പിന്നെ മറ്റേ ജോബ് കുര്യന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയില്ല, അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര ആഘോഷം, ഭയങ്കര പരിപാടിയായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഈ ശ്രീ കുമാർ ഈ വാർത്ത കേട്ട് ഞാൻ നടുങ്ങിയിരിക്കുകയാണ്. കുമാർ നടുങ്ങിയോ? ഇല്ല, ഞാൻ നടുങ്ങിയില്ല. കാര്യം വളരെ നേരത്തെ വന്നതാണ്. ഇതെല്ലാം ഒരുവിധ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം ഇയാളെ തെറ്റുകാരനാണെന്ന്. വളരെ നേരത്തെ ഈ വിധി വരേണ്ടതായിരുന്നു, ഇതുവരെ നീണ്ടുപോയെന്നേ ഉള്ളൂ. പിന്നെ ഇവരൊക്കെ എന്താ രക്ഷപ്പെട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, കേരള രാഷ്ട്രീയത്തിന്റെ ഒരു സാഹചര്യത്തിൽ രണ്ട് മുന്നണികളിലും ഈ ഈക്വൽ പാർട്ടികളെ പിടിച്ച് ആവശ്യമില്ലാതെ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് അതാണ് ഇവരുടെയൊക്കെ രക്ഷാവലയം എന്ന് പറയുന്നത്. സത്യത്തില് ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്ന ഈ ജനങ്ങളുടെ ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്ക്. താങ്കൾ തന്നെ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ ശാസ്ത്ര കേരളം, സുന്ദര കേരളം, പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെയാണല്ലോ ഇവിടെ നടക്കുന്ന കാര്യം. ഈ രാജ്യത്തിന്റെ പിന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം പറ്റി കൊടിവെച്ച കാറിൽ ഇങ്ങനെ സഞ്ചരിച്ച് എല്ലാ ഉദ്ഘാടനവും ചെയ്ത് സത്യപ്രതിജ്ഞയും ചെയ്ത് എല്ലാം ചെയ്ത് എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയിട്ട് ഈ രാജ്യത്തിനോട് അല്പമെങ്കിലും കൂടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു കേസിൽ ഇങ്ങനൊരു തിരിമറി കാണിച്ച് ധനസമ്പാദ്യം നേടാൻ വേണ്ടിയിട്ട് ഇയാൾ ചെയ്യുമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാതെ തന്നെ ഇവർക്ക് ജീവിക്കാനുള്ള എല്ലാം ഇവിടുത്തെ ഇവരുടെ ആനുകൂല്യത്തിൽ തന്നെ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ഇതുപോലുള്ള വൃത്തികെട്ട പണി കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇനിയെങ്കിലും മേൽക്കോടതിയെങ്കിലും പോയിട്ട് ഇനിയെങ്കിലും വൈകാതെ എത്രയും നേരം ഇയാളെ ജയിലിലോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അന്ന് അടിവസ്ത്രം വെടിച്ചുരുക്കിയതായി അന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞതാണ്. 2005 ഉത്തരമേഖല IG ആയിരുന്ന തെളിഞ്ഞതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സിനിമ വന്നയായിരുന്നല്ലോ.
ഈ ശ്രീനിവാസന്റെ ഒരു സിനിമ വന്നായിരുന്നു ആനവാൽ മോതിരം. അത് എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന, ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന്, പിന്നെ ഈ പ്രബുദ്ധ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എന്തോ ഇതുവരെ രക്ഷപ്പെട്ട് നിന്ന് ഇപ്പൊ 2.5 കൊല്ലം മന്ത്രിയായി, അതും കേരളം ചുമക്കേണ്ടി വന്നു ഇയാളെ. ഇതുപോലെയുള്ള ആളുകൾക്കാണ് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങൾ അവരുടെ ജീവനക്കാർക്കും അവർ നിയമിക്കുന്ന ആളുകൾക്കൊക്കെ ഈ നാട് പെൻഷൻ എങ്ങനെയാന്ന് അറിഞ്ഞുകൂടാ. ഈ ഇവർക്കൊക്കെ 21 പിന്നെ പേഴ്സണൽ സ്റ്റാഫും പിന്നെ അവർക്ക് 2 വർഷം കൂടുമ്പോ അവരെ മാറ്റും, എന്നിട്ട് പിന്നെ പുതിയ ആളുടെ വെക്കും, അവർക്ക് പെൻഷൻ എല്ലാം. പിന്നെ 2005 ഇതിന്റെ അന്വേഷണം തുടങ്ങിയത്. അന്ന് ശ്രീ സെൻകുമാർ IG ആയിരുന്നു. സെൻകുമാറാണ് ഇതിന്റെ അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. സെൻകുമാർ ഇന്ന് പോലീസ് സേനയിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്ത് പോയി. 2006 ഫെബ്രുവരി 13 ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ ജോസ് 1-ാം പ്രതി, ആന്റണി രാജു 2-ാം പ്രതിയുമായി വഞ്ചിയൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2014 പ്രത്യേക ഉത്തരവിലൂടെ ജനപ്രതിനിധികൾക്കുള്ള നെടുമങ്ങാട് കോടതിയിലേക്ക് ഇത് എത്തുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ കേസ് ഇപ്പോൾ ഈ നിലയ്ക്ക് ഉള്ള ഒരു വിധിയും വന്നിരിക്കുന്നത്. അപ്പോൾ KG കുമാർ ആണ് എന്നോടൊപ്പം ചേർന്നത്. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഒരു ചെറിയ ഇടവേള എടുത്ത് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. എന്നോടൊപ്പം ഷാജി ചേരുകയാണ്. ശ്രീ ഷാജി, കേരള ചരിത്രത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായൊരു കേസിൻ്റെ വിധിയാണ് പുറത്തു വന്നത്. ഈ കേസിൻ്റെ വിധി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? നമസ്കാരം മനു. നമസ്കാരം. ഇത് പിന്നെ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് നിലവിലുള്ള കോടതി എന്തായാലും പിന്നെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന് അത്തരത്തിലുള്ള നടപടി തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ. പക്ഷേ ഇതിൽ എന്താ സംഭവം? 30 കൊല്ലം കഴിഞ്ഞു സംഭവം നടന്നു. 19 കൊല്ലം കഴിഞ്ഞു ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ട്. ഇതാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇത്രയും കാലം ഇതുപോലെ ഒരു ആളെ, ഇതുപോലുള്ള ആളുകളെ ചുമക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയാണ് ഈ നാടിനുള്ളത്. അതിനെക്കുറിച്ച് ശ്രീ ഷാജിക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, അതിനെക്കുറിച്ച് നമ്മളെ ഈ പിന്നെ മറ്റേ പിന്നെ ഭോപ്പാൽ ദുരന്തം ഉണ്ടല്ലോ, എത്ര നാൾ കഴിഞ്ഞിട്ടാ വിധി അതിന്റെ ഒരു തീർപ്പായത്? എന്ത് ചെയ്യാനാ, അതങ്ങനെയാണ്. അല്ല, പക്ഷേ ഈ നാടിന്റെ രാഷ്ട്രീയ മുന്നണികൾക്കും പാർട്ടികൾക്കും ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന സന്ദേശം കൂടിയല്ലേ ഇത് നൽകുന്നത്? ഇതുപോലെയുള്ള ആളുകളെയാണ് അവർ വലിയ തേച്ചുമിനിക്ക് ആളുകൾക്ക് മുന്നിൽ കൊണ്ടുവെക്കുന്നത് എന്നതിന്റെ തുടരെയുള്ള ഉദാഹരണങ്ങൾ വരികയാണ്. ഇത് എത്ര MLA-മാരാണ് ഈ കേസുകളിലൊക്കെ, ഇങ്ങനത്തെ കേസുകളിൽ പ്രതികളാകുന്നത്? ഇത് നമ്മുടെ നാടിലെ പഴയകാല ചരിത്രത്തിൽ നമുക്ക് എത്ര മഹാന്മാരായ ആളുകളിരുന്ന കസേരയിലാണ് ഇവരൊക്കെ പോയി ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞോട്ടെ, നിലവിലുള്ള എത്ര MLA-മാർ എന്തെല്ലാം കേസുകളിനകത്തുണ്ട്? അതാ ഞാൻ ചോദിക്കുന്നത്. വാണിഭ കേസ് ഉൾപ്പെടെ, ബലാത്സംഗ കേസ് ഉൾപ്പെടെ. ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്, അതവിടെ നിൽക്കട്ടെ. ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. ഈ കേസ് എന്റെ ഓർമ്മ ശരിയാ, എന്റെ കയ്യിൽ ഇപ്പൊ റെക്കോർഡൊന്നുമില്ല, എന്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്താം, ഞാൻ സന്നദ്ധനാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന ആ സമയത്ത്, ആ ഇലക്ഷന്റെ തൊട്ട് മുമ്പാണ് അദ്ദേഹത്തിന് ഈ ആന്റണി രാജുവിന് തിരുവനന്തപുരം സൗത്തിലാണെന്ന് തോന്നുന്നു സീറ്റ് കൊടുക്കുന്നത്. സീറ്റ് കൊടുത്തപ്പോഴത്തെ ഈ കേസ് ഉയർന്നു വരികയും അങ്ങനെ അച്യുതാനന്ദൻ മാറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ മാറിയിരുന്നു. അങ്ങനെയാണ് V. സുരേന്ദ്രൻപിള്ള പിന്നെ മത്സരിക്കുകയും V. സുരേന്ദ്രൻപിള്ള മന്ത്രിയാവുന്ന പശ്ചാത്തലം ഉണ്ടാവുകയും ചെയ്തത്. പിന്നെ പല കോടതികളിലൂടെ കേസ് കയറി ഇറങ്ങി അത് പിന്നെ പെൻഡിങ് ആവുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ പിന്നെ മത്സരിക്കാൻ കഴിഞ്ഞതിന്റെ അങ്ങേ തവണ മത്സരിക്കുകയും പിന്നെ തോൽക്കുകയും ചെയ്തത്. കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോഴത്തേക്ക് പിന്നെ ഈ ഇദ്ദേഹത്തിനെതിരെ ആയിരുന്നല്ലോ മറ്റേ V.S. ശിവകുമാർ. അദ്ദേഹം അതേപോലെ തന്നെ അഴിമതി ആരോപണങ്ങൾ നിരവധി നേരിട്ട് ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒക്കെ ഉള്ള വിഷയങ്ങൾ വളരെ സജീവമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹവും മത്സരിക്കുന്നത്. അതിന് തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടാവാം. ജനങ്ങൾക്ക് ഇപ്പോൾ 2 മുന്നണി ഓരോരുത്തരെ നിർത്തുന്നു. തമ്മിൽ ഭേദത്തിൽ ഒരാളെ അവർക്ക് തെരഞ്ഞെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ നോട്ടൊക്കെ വോട്ട് ചെയ്യാം. പക്ഷേ ഈ മുന്നണികൾക്കും പാർട്ടികൾക്കും നല്ലൊരു നേതാവില്ലേ ഈ നാട്ടിൽ അവർക്ക് മുന്നിൽ വെക്കാൻ? ഇല്ലേ? മനുവിന് അറിയാത്തതല്ലോ, അദ്ദേഹം CPM കാരനൊന്നും അല്ല. പക്ഷേ CPM-കാർ വോട്ട് ചെയ്താർക്കാ? CPM-കാരൊക്കെ വോട്ട് ചെയ്താർക്കാ? ഈ മുന്നണി സംവിധാനത്തിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇത്തരം ഒരു ആളുകൾ വരുമ്പോൾ V.S. അച്യുതാനന്ദന്റെ ആ ഒരു നിലപാട് എന്തുകൊണ്ട് പിന്നീട് അങ്ങോട്ട് കണ്ടില്ല എന്നത് ചോദിച്ചാൽ, അങ്ങനെ ചോദിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയുമോ? പല പല കോടതികളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. പിന്നെ പല കോടതികളിൽ കയറി ഇറങ്ങി അദ്ദേഹം അതിന്റെ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം UDF-ലേക്ക് പോയി, തിരിച്ചു വന്ന ഇലക്ഷന്റെ തലേന്ന് ആഴ്ചയിലും കണ്ട തിരിച്ചു വരുന്നതെന്ന് എന്റെ ഓർമ്മ. കഴിഞ്ഞ ഇലക്ഷനല്ല, അതിന് മുമ്പ്. അപ്പോൾ പിന്നെ വന്നപ്പോഴത്തെ വരുമ്പോഴ് ഈ കേസ് പല കോടതികളിൽ കയറി ഇറങ്ങി പിന്നെ പെൻഡിങ്ങിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അതാണ് എന്റെ ഓർമ്മ. എന്റെ കയ്യിൽ റെക്കോർഡൊന്നുമില്ല, ഓർമ്മയിൽ നിന്ന് പറയാണ്, എന്റെ വ്യക്തമായിട്ടുള്ള ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്.
അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ ന്യായീകരിക്കല്ല, ഇദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി ആയിരിക്കത്തില്ലെന്ന് ഞാൻ അടിവരയിട്ട് എനിക്കിപ്പോ ഒരു സാധാരണ ഇങ്ങനെ ഏറ്റവും താഴെ തട്ടിലുള്ള ഇടതുപക്ഷക്കാരെന്ന അർത്ഥത്തിൽ എനിക്ക് പറയാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്രയോ പേര് ദേശീയ തലത്തിൽ തന്നെ എന്തെല്ലാം കേസുകളിൽ പെട്ടവർ ഇപ്പോഴും പിന്നെ ജാമ്യത്തിൽ ഇറങ്ങുന്നു, പോകുന്നു, വരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ന് വിചാരിച്ച് ഇത് പ്രാധാന്യമുള്ളതല്ലെന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഇത് മാത്രമല്ല ഇവിടെ മാത്രമല്ല, ഞാൻ ഇത് മാത്രമായിട്ട് പറഞ്ഞില്ല, പക്ഷെ ഇതും കൂടി ഉൾപ്പെടണം, ഇതും കൂടി ജനം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അതാ പറയുന്നത് മനു. ഇത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ശിവദാസൻ ചേട്ടനാണെന്ന് തോന്നുന്നു, ഇങ്ങനെ വന്ന് ഒരാള് തിരുവനന്തപുരത്ത് ഒരു ഇടതുപക്ഷക്കാരൻ മയക്കുമരുന്ന് കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. ഇത് ഇലക്ഷൻ കഴിഞ്ഞ് ഈ കോള് കഴിഞ്ഞിട്ടായാലും മനു അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിക്കണം എവിടെയാണ് എന്താണെന്ന് ചോദിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ പറയണം. ചുമ്മാ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോരുത് കേട്ടോ. മയക്കുമരുന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹം എന്റെ ഇടയ്ക്ക് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. അത് ചോദിച്ചിട്ട് അത് പറയാൻ വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിവിടെ പറയാൻ പോരുത്. എനിക്കും ഇവിടെ ഒന്നും പറയാം, BJP-കാരന് ഞാൻ ഇടതുപക്ഷക്കാരനാണ്, BJP-കാരനും കോൺഗ്രസ്സുകാരനും കൂടെ മയക്കുമരുന്ന് കച്ചവടമാണെന്ന് എനിക്കും പറഞ്ഞുകൂടെ. അങ്ങനെ പറയരുത്. അങ്ങനെ പറയാൻ അത്ര വ്യക്തത ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയേണ്ടടുത്ത് പറയണം. ചുമ്മാ വെറുതെ ആകാശത്തോട് വെടിവെച്ചിട്ട് പോകരുത്. അപ്പൊ അതുകൊണ്ട് അടിവരയിട്ട് പറയാണ്, ഈ ആന്റണി രാജു ഈ ഇലക്ഷനിൽ ഇടതുപക്ഷ മുന്നണിയുടെ പാനലിൽ കാണത്തില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. എന്റെ മുൻ പരിചയം വെച്ച് എനിക്ക് പറയാൻ കഴിയുന്നത്. അത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ്, അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ഏതായാലും ബിനോയ് എന്നോടൊപ്പം ചേരുകയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, ഇത് VS ഉണ്ടായിരുന്നപ്പോഴൊക്കെ തടഞ്ഞതാണ്, പിന്നീട് ഇദ്ദേഹത്തിന് സീറ്റ് നൽകി, കേസ് അങ്ങനെ പെൻഡിങ് ആയപ്പോൾ കൊടുത്തു. ഇതിനേക്കാളൊക്കെ ഉള്ള ആളുകൾ മറുവശത്തുണ്ട്. അപ്പോൾ ഇത് ചെറുതല്ലെങ്കിലും ഇതിനേക്കാൾ ഗുരുതരമായ സംഭവങ്ങൾ അപ്പുറത്തുണ്ടാകുമ്പോൾ ആന്റണി രാജുവിന് വോട്ട് ചെയ്തതിൽ തെറ്റില്ല എന്ന് പറയുന്നതിനോട് ബിനോയ് എന്താണ് പറയുന്നത്? വോട്ട് ചെയ്തതിൽ തെറ്റില്ല, ജനങ്ങൾ അറിയുന്നില്ല. പക്ഷെ നമ്മളെ നാട്ടില് എന്താണ്, ഫോർത്ത് സ്റ്റേറ്റ് ഉള്ള നാട്ടില് 30 വർഷം കൊണ്ട് അദ്ദേഹം ഇതുമായിട്ട് കോടതി കയറി ഇറങ്ങുകയാണ്. അദ്ദേഹത്തിന് തന്നെ അറിയാം, അദ്ദേഹം പോവാത്ത കോടതികളില്ല. അപ്പൊ ഉറപ്പായിട്ടും അദ്ദേഹം ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു തൊണ്ടി മുതൽ മാറ്റി എന്നുള്ളത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. ഇപ്പൊ വന്ന പിണറായി ഗവൺമെന്റ്, പിണറായി വിജയനും സഹപ്രവർത്തകർക്കും മാത്രം അറിയണം. അന്ന് VS അച്യുതാനന്ദൻ അദ്ദേഹത്തിനെ നിരസിച്ച് സീറ്റ് വെട്ടിയതാ. വീണ്ടും പിണറായി പക്ഷം അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. ഒക്കെ അതവിടെ നിൽക്കട്ടെ. പക്ഷെ അദ്ദേഹം ചെയ്തിരിക്കുന്ന തെറ്റ് ഒരു വക്കീൽ എന്നുള്ള നിലയിൽ ഒരിക്കലും തെളിവുകൾ നശിപ്പിച്ച് പുതിയ തൊണ്ടി മുതൽ കൊണ്ടുവന്ന് വെച്ച് അതിന് വലിയൊരു മനസ്സ് തന്നെ വേണം, ധൈര്യം. ആ ധൈര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, അദ്ദേഹം കഴിഞ്ഞ 2.5 വർഷം കേരളത്തിന്റെ മന്ത്രിയായിരുന്നു. അദ്ദേഹം ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് എന്തൊക്കെ അഴിമതി കാണിച്ചെന്നുള്ള കഴിഞ്ഞ 2.5 വർഷത്തെ അദ്ദേഹത്തിന്റെ മൊത്ത സാധനവും അദ്ദേഹം ഭരിച്ച ആ വകുപ്പ് എന്തായിരുന്നു വകുപ്പ്? ഗതാഗത വകുപ്പ്. ആ ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ മൊത്തം ഇതും എടുക്കണം. അദ്ദേഹം ഒപ്പിട്ട കരാറുകളും എല്ലാം എടുക്കണം. അപ്പൊ അഴിമതിയും ഇതുപോലെ നടത്താൻ അറിയാവുന്ന ആളാണ് അദ്ദേഹം. ഇനിയിപ്പം സീറ്റ് കൊടുത്തില്ലെങ്കിലും നമ്മളുടെ നിയമാവലി അനുസരിച്ച് ഈ നാട്ടിൽ ഇങ്ങനെ ക്രിമിനലായ ഒരാൾക്ക് ഒരിക്കലും മത്സരിക്കുവാൻ പറ്റില്ല. ചിലപ്പോൾ പിണറായി വിജയൻ വീണ്ടും ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഇത് നോൺ വൈലബിൾ ഒഫൻസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പിണറായി പോലീസിന് ഇപ്പോഴും വേണമെങ്കിലും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാം. കോടതി വിധിയും കോടതിയുടെ വിധി വരാൻ വേണ്ടി കാത്തിരിക്കുകയും ശിക്ഷാ കാലാവധിയൊന്നും കാത്തിരിക്കണ്ട. ജാമ്യം എടുത്താൽ വീണ്ടും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാം. ഇത് പുതിയതനുസരിച്ച് 316 അനുസരിച്ച് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് 10 വർഷമല്ല ഇപ്പൊ അവർ പറയുന്നത്, ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് 3 വർഷം മാത്രം ആണെങ്കിൽ മജിസ്ട്രേറ്റിന് വിധി നടപ്പാക്കാൻ പറ്റത്തില്ല, കാലാവധി. പക്ഷെ അതൊന്നുമല്ല, ആജീവാനന്ദം അദ്ദേഹത്തിനെ ശിക്ഷിക്കണം. കാരണം ഇതൊരു മാതൃകയാവണം. അദ്ദേഹം ഒരു MLA കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിനെ ഇന്ന് തന്നെ LDF നിന്ന് പുറത്താക്കണം, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണം, LDF നിന്നും പുറത്താക്കണം. അതൊരു മാതൃകാപരമാക്കണം. അതാണ് എനിക്ക് പറയുവാനുള്ളത്. കൂടുതൽ പ്രേക്ഷകർ എന്നോടൊപ്പം യൂട്യൂബിൽ ചേരുന്നുണ്ട്. എസ് കുമാർ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. കുമാർ, അപ്പോൾ കുമാറിന് എൻ്റെ ഹായ്, എനിക്ക് കൈയൊക്കെ ഉയർത്തി കാണിക്കുക, അതുകൊണ്ടാണ് ഞാനും കൈ ഉയർത്തി കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനു പൊതുവേദി അവതരിപ്പിക്കുന്നതാണോ ഇഷ്ടം എന്ന ആളുകളോട് ചോദിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ചർച്ച വെക്കണം. ശരി, ഓക്കെ, എന്തൊക്കെയൊക്കെ തരം ചർച്ചകളാണ് വെക്കേണ്ടത്. ഓക്കെ, ജിയോവ പറയുന്നു വക്കീൽ കേസ് ജയിക്കും, പല പണിയും ചെയ്യും, അവരുടെ പ്രൊഫഷൻ ഭാഗം ആണ് അവരുടെ കക്ഷിയെ രക്ഷിക്കുക എന്നത്.
കോടതി കസ്റ്റഡിയിലിരുന്ന് മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത് അടുത്ത കാലത്തല്ലേ എന്നാണ്. അങ്ങനെ ഒരു വലിയ തെറ്റിദ്ധാരണ പല ആളുകൾക്കുമുണ്ട്. സ്വന്തം കക്ഷിയെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കുക എന്നതാണ് മഹത്തായ ഒരു അഡ്വക്കേറ്റിൻ്റെ ജോലി എന്നല്ല. നീതി നടപ്പിലാക്കാൻ കോടതിയെ സഹായിക്കലാണ് സത്യത്തിൽ അഡ്വക്കേറ്റിൻ്റെ ജോലി. തൻ്റെ കക്ഷിക്ക് നീതിയിൽ കിട്ടുന്ന അല്ലെങ്കിൽ നിയമപരമായി കിട്ടുന്ന നീതി വാങ്ങിച്ചു കൊടുക്കാൻ മാത്രമേ ഒരു അഡ്വക്കേറ്റ് പ്രയത്നിക്കേണ്ടതുള്ളൂ. കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളെ മുഴുവൻ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു പ്രവണത അഡ്വക്കേറ്റുകൾക്കുണ്ടായിക്കൂടാ. അവർ ഈ നാടിൻ്റെ നന്മയും അതുപോലെ വികസനവും ഒക്കെ മുന്നിൽ കണ്ടുകൂടി പ്രവർത്തിക്കേണ്ടവരാണ്. അപ്പോൾ അല്ലാതെ എങ്ങനെയെങ്കിലും തൻ്റെ പ്രതിയെ രക്ഷിച്ച് കള്ളത്തരം കാണിച്ച് ഇതുപോലെ കൃത്രിമം കാണിച്ച് രക്ഷിക്കുക എന്നത് എനിക്ക് തോന്നുന്നില്ല അതൊരു അഡ്വക്കേറ്റിൻ്റെ ദൗത്യത്തിൽ പെടുന്നുവെന്ന്. നല്ലൊരു അഡ്വക്കേറ്റും അങ്ങനെ ചെയ്യും എന്ന് ഞാൻ കരുതുന്നും ഇല്ല. അപ്പോൾ ഈ പാട്ട് തുടങ്ങി കേട്ടോ. ചിലർ ജെട്ടി കെട്ടവൻ ആരപ്പ ആൻ്റണിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. AKD എന്നോട് ആൻ്റണിയുടെ ഓക്കെ. അപ്പോൾ ഉണ്ണി പറയുന്നത് ഇവർക്ക് പണം മാത്രം മതി. ജിയോ പറയുന്ന ഇയാൾ മാത്രമല്ല MLA UDF-ലും കുറേ പേരുണ്ടെന്ന്. അത് ഉടനെ നമ്മൾ UDF-ൽ ഉണ്ട് എന്ന് പറയും. ആദ്യം ഇവിടെ ഉണ്ടല്ലോ, അവിടെയുണ്ട്. രണ്ടുപേരും ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവർ നല്ലത് നിങ്ങൾ മോശം എന്നല്ല. ഇത്തരക്കാരെ മാറ്റി നിർത്താനുള്ള കൂട്ടായ ശ്രമം രാഷ്ട്രീയക്കാരുടെ, പാർട്ടികളുടെ, പൊതുപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. തങ്ങളുടെ ആളുകളെ എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കുന്ന പ്രവണത നിർത്തി ഇത് ശരിയല്ല, ഇത്തരക്കാരെ ഇനി കൊണ്ടുവരാൻ ഇത് വലിയ വീഴ്ച പറ്റി എന്ന് തുറന്നു പറയാൻ ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും തയ്യാറാകുന്ന ഘട്ടത്തിൽ ഇതൊക്കെ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജിയോയെ പോലുള്ള ആൾ, ജിയോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്, നമ്മുടെ പൊതുവേദി എന്നും കാണുന്നയാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ഒരു പാർട്ടിയെ കുറ്റം പറയുകയല്ല, ഏതെങ്കിലും ഒരു പാർട്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ജലാലുദ്ദീൻ ബത്തേരി കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. LDF ഓൾറെഡി പ്രതിസന്ധിയിലാണ്. ഇടിയ വെട്ടിയവനെ ഇപ്പോൾ പാമ്പ് കടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ജലാലുദ്ദീൻ സുൽത്താൻ ബത്തേരി കുറച്ച് ദിവസമായിട്ട് ഞാൻ കണ്ടില്ല. ഏതായാലും ഇന്നിപ്പോൾ കണ്ടു, സന്തോഷം. ബത്തേരിയുടെ കമൻ്റ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഗ്ലാഡിയേറ്റർ പറയുന്നു, കടകംപള്ളിക്ക് വോട്ടിട്ടവർക്ക് അഭിമാനിക്കാനുള്ള അവസരം ഉടനെ വരും എന്നാണ് പറയുന്നത്. അങ്ങയുടെ നല്ല വാക്കുകൾ ഒരുപാട് നന്ദി എന്ന് എന്നോട് സുജാത പറയുന്നു. തൃശ്ശൂർ കോലഞ്ചേരിയിൽ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിനടുത്താണ് താമസം. ഹാപ്പി ന്യൂ ഇയർ ടു യു ആൻഡ് യുവർ ലവ്ലി ഫാമിലി എന്ന് എന്നോട് സുജാത തൃശ്ശൂർ നിന്ന് എന്നോട് പറയുന്നു. അപ്പോൾ കോലഞ്ചേരിയല്ലേ, സോറി കേട്ടോ, കുറുക്കഞ്ചേരി, കോലഞ്ചേരി ഞാൻ വിചാരിച്ചു, ഞാൻ വായിക്കുന്നത് തെറ്റിപ്പോകുന്നത്. അപ്പോൾ ഞാൻ വായിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്നുണ്ടെന്ന് എന്നോട് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ ക്ഷമാപണം നടത്തുകയാണ്. കുറുക്കഞ്ചേരി, അപ്പോൾ തൃശ്ശൂരിലെ കുറുക്കഞ്ചേരി വളരെ പ്രസിദ്ധമായ സ്ഥലമാണ്. ഞാൻ തൃശ്ശൂർ വഴിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ എലൈറ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവിടെ ആരോടെങ്കിലും ചോദിക്കാം സുജാതയുടെ വീട് എവിടെയാണ്. അങ്ങനെ പറ്റുമെങ്കിൽ കാണുകയും ചെയ്യാം. അപ്പോൾ ഫാദർ സാമുവൽ എന്നോടൊപ്പം കോഴിക്കോട് നിന്ന് ചേർന്നു. ഫാദർ സാമുവൽ, ഇത് പുതുവത്സരമാണ്. ഫാദർ സാമുവലും അവിടുത്തെ ആളുകളും ഒക്കെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടാകും. ക്രിസ്മസ് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാകും അല്ലേ? ഗുഡ് ഈവനിങ്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്നലെ വിഷയം ചെയ്തു. പിന്നെ ഈ വിഷയത്തിലേക്ക് വരിക, ജനപ്രതിനിധികൾ ആരായാലും, മന്ത്രിമാരായാലും MLA-മാരായാലും MP-മാരായാലും അവർ ജനസേവകരും ജനത്തിന് മാതൃകയുള്ളവരും ആയിരിക്കണം. ഒന്ന്. രണ്ടാമത്, 35 വർഷം എടുത്തു ഈ ഒരു കേസ് ഒരു വിധിയിലേക്ക് വരുവാൻ തക്കവണ്ണം. അത് തന്നെ വളരെയേറെ കാലതാമസമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പറയുവാനായിട്ടുള്ളത്, ആ മെൽബണിലെ ജയിലില് ഈ കുറ്റവാളിയോട് ഒപ്പം ഇരുന്ന ആള് വളരെ നീതിബോധമുള്ള ആളായിട്ടാണ് ഇയാള് ഇങ്ങനെ ഇപ്രകാരം ചെയ്തിരിക്കുന്നത് എന്ന കാര്യം ജയിലധികൃതരെ അറിയിച്ചു. അവർ ഇന്റർപോളിനെ അറിയിച്ചു. ഇന്റർപോൾ CBI അറിയിച്ചു. CBI ആണ് പിന്നീട് അവസാനം നമ്മുടെ പോലീസിനെ അറിയിച്ചിട്ട് കേസ് വീണ്ടും വന്നത്. ഇല്ലെങ്കിൽ ഇത് തള്ളിപ്പോകുമായിരുന്നു. ആന്റണി നിരപരാധി എന്ന് പറഞ്ഞ് അത് കേസേ തള്ളിപ്പോകുമായിരുന്നു. അതുകൊണ്ട് ആ നീതിബോധം നമ്മളുടെ ജനങ്ങൾക്ക് പോലും ഇല്ലല്ലോ എന്നതാണ് എനിക്കുള്ള പ്രയാസം. നമ്മുടെ MP-മാരായാലും MLA-മാരെ മറ്റുള്ളവരെ കുറ്റം പറയും. ഓസ്ട്രേലിയയിൽ നിന്ന് ഈ മയക്കുമരുന്ന് കൊണ്ടുവന്ന ആ കുറ്റവാളി പോലും ഞെട്ടിപ്പോയി കാണും. ഇതാണല്ലോ ഇന്ത്യയുടെ നിയമ സംവിധാനത്തിൽ നടക്കുന്നതെന്ന് ആലോചിച്ചില്ലേ? അതാണ് എനിക്ക് പറയാനായിട്ട്. ഇനി ന്യായീകരണം, അത് നിങ്ങൾ ഇന്ന് 7 മുതൽ 9 വരെയുള്ള ന്യൂസ് ചാനലിലുള്ള ഡിബേറ്റിൽ നോക്കിക്കോ, ന്യായീകരിക്കും. എല്ലാവരും മറ്റേ അപ്പുറത്തുള്ള കുറ്റമാണ് പ്രധാനമായി കണ്ടെത്തുന്നത്. ഇപ്പുറത്തൊരു കുറ്റം വരുമ്പോൾ ഞാൻ 7 മുതൽ 9 വരെയുള്ള എല്ലാ ഡിബേറ്റ് ഞാൻ കാണുന്ന ആളാണ്. മാറി മാറി കാണും. എല്ലാത്തിലും ന്യായീകരണമാണ്.
ന്യായീകരണ തൊഴിലാളികൾ കൂട്ടത്തോടെ ഇറങ്ങുകയാണ് ക്യാപ്സൂൾ വിതരണം ചെയ്യാൻ അല്ലേ? തങ്ങളുടെ കുറ്റം ഒരിക്കലും കാണുകയില്ല. അത് LDF ആയാലും UDF ആയാലും BJP ആയാലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാന്നല്ലാതെ തങ്ങളുടെ കുറ്റം എന്താണെന്ന്, തങ്ങൾ എത്രത്തോളം ജനസേവയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്, ജനദ്രോഹമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയാൻ തക്കവണ്ണം ആർക്കും ധൈര്യമില്ല, അല്ല തന്റെ ഇടമില്ല. എല്ലാം ലോകത്തിന് മാതൃകയാണ്. എന്ത് ചെയ്താലും ലോകത്തിന് മാതൃകയാണ്. ഇത് ഈ ലോകത്തിന് മാതൃകയാണോ? ഇത് ലോകത്തിന് മാതൃകയാണോ? ഒരിക്കലല്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എങ്കിൽ മാത്രമേ കേരളം ലോകത്തിന് മാതൃകയായി തീരുകയുള്ളൂ. തെറ്റുകുറ്റം കണ്ടാൽ അത് തെറ്റാണെന്ന് പറയാനും അത് സമ്മതിച്ച് അതിൽ നിന്ന് തിരുത്താനും സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കേരളം മറ്റുള്ളവർക്ക് മാതൃകയായി തീരുകയുള്ളൂ. ഓക്കെ, താങ്ക് യു ഫാദർ സാമുവൽ. അപ്പോൾ ഫാദർ സാമുവലിൻ്റെ ആ ഒരു വാക്കുകൾ ശരിക്കും പൊതുവേദിയിലെ പ്രേക്ഷകർ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ നാട്ടിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ഈ വെറും രാഷ്ട്രീയ അന്ധത ബാധിച്ച് പരസ്പരം കടിച്ചു കയറുന്നതിനപ്പുറത്തേക്ക് കുറേ കൂടി ഉദാത്തമായ ഒരു രാഷ്ട്രീയ പാത വേണം എന്ന് സ്വയം തീരുമാനിക്കാനുള്ള ദൗത്യവും ഉത്തരവാദിത്വവും ഒക്കെ ഈ പാർട്ടികൾക്കും മുന്നണികൾക്കും ഉണ്ട്. ഡേവിഡ് വിജയ് പള്ളുരുത്തിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ഡേവിഡ് വിജയ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ ഇതൊരു കുറച്ച് നാൾ മുമ്പ് ഒരു വാട്സപ്പ് എന്തോ എനിക്ക് കിട്ടിയതില് ഇങ്ങനെ എഴുതിയിരിക്കും. പെട്ടെന്ന് ഞാൻ എന്താന്ന് മനസ്സിലായില്ല എനിക്ക്. ഷെഡ്ഡി രാജുവിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ എഴുതിയിരിക്കുന്നത്. അപ്പോഴേ അദ്ദേഹത്തിന് ഒരു നിക്നെയിം വീണ് കഴിഞ്ഞു അതിന്റെ മാറ്റിയതില്. ഇതിപ്പോ എനിക്ക് കേരളത്തിലായത് കൊണ്ട് ഞാൻ കുറച്ച് അത്ഭുതപ്പെടുന്നു എന്നല്ലാതെ ഇവിടെ കേരളം വിട്ട് കഴിഞ്ഞാലൊക്കെ ഈ വക്കീൽമാരുടെ പണി ഇത് തന്നെയാണ്. നേരത്തെ താങ്കൾ പറയണ്ടായി ആരെയും രക്ഷിക്കുക എന്നുള്ളതല്ല അവരുടെ കടമ. ശരിക്കും വാസ്തവം പറഞ്ഞാൽ കോടതി ഇൻഡിക്കേറ്റ് ജസ്റ്റിസ്, കോടതിയുടെ മുമ്പിൽ അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതൊക്കെ സത്യം തന്നെയാണ്, അതൊക്കെ വായുകൊണ്ട് പറയാം. പക്ഷെ ഇവിടുന്ന് കേരളം വിട്ട് പുറത്തു ഞാനൊരു സിവിൽ കേസ് നടത്തിയിട്ടുള്ളത് ഹൈദരാബാദില്. അവിടെ ഈ വക്കീല് നമ്മളുടെ എതിർകക്ഷിക്ക് വേണ്ടി പണിയെടുക്കുന്നത്. ഹൈക്കോർട്ടിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ വലിയൊരു പ്രയാസമാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ ഒരു പീപ്പിൾസ് കൗൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട് സംഘടനയുണ്ട്. പരേതരായ VR കൃഷ്ണയ്യര്, ജസ്റ്റിസ് ജാനകിയമ്മ, എന്നെ അറിയാവുന്നതുകൊണ്ട് അവർ ലെറ്റർ തന്നു വിട്ടു. ഈ ചങ്ങായിന്റെ അടുത്ത് ഞാൻ ആ ഫയലെടുത്ത് മാറ്റി. എന്നിട്ട് ഇവരുടെ ഏറ്റവും രസം വെച്ചാൽ ഇവരെങ്ങനെ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. ഒരു കോടതിയിൽ കേസ് പോയത് ഈ ബാർ കൗൺസിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് ഈ കള്ളന്മാർ കട്ട് കഴിഞ്ഞാൽ കള്ളന്മാരുടെ ഒരു കൗൺസിലിലേക്ക് അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വല്ല അർത്ഥമുണ്ട്. അവരൊരു കള്ളനെ രക്ഷിക്കാനല്ലേ നോക്കുള്ളൂ. ഞാൻ ബാർ കൗൺസിലിൽ ഇയാൾക്കെതിരെ വ്യക്തമായിട്ടുള്ള തെളിവ് സഹിതം കൊണ്ടുവച്ചിട്ട് അയാൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ടു. പിന്നെ എന്നിട്ട് ഞാൻ KG കണ്ണാഭിരാൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു അവിടുത്തെ. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അവിടുത്തെ പൗരാവകാശ പ്രവർത്തനം. അദ്ദേഹത്തിന്റെ അടുത്ത് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ജൂനിയറിനെ ഞാൻ പിന്നീട് വളരെ കൂളായിട്ട് ഒരു ലെറ്റർ, യു ക്യാൻ പുട്ട് ആൻ അപ്പീൽ ടു ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, ദി ടൈം ലിമിറ്റ് ഈസ് 30 days എന്നും പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ കേസിൽ നമ്മൾ ഓപ്പോസിറ്റ് കക്ഷി ഒരു പവർഫുൾ IAS ഓഫീസർ ആയതുകൊണ്ട് ഇപ്പം ഇവര് കാണിച്ചു കൂട്ടുന്നത് വളരെ മോശം. ഒന്നാമത് സിസ്റ്റം ഇറ്റ്സെൽഫ് ഈസ് വീക്ക്. പറഞ്ഞിട്ടില്ല 30 വർഷമായി. അപ്പൊ അതിനും പുറമെ ഈ വക്കീലും കൂടി ഒന്നും കൂടി ആ സിസ്റ്റം വീക്കാക്കുകയാണ് ജനങ്ങൾക്ക് ജുഡീഷ്യറിയിൽ. ഇത് പക്ഷെ കുറച്ചുകൂടി ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. എന്താ ഡ്രഗ് സ്മഗ്ലിംഗ്, നാർക്കോട്ടിക് കേസ് എന്നൊക്കെ പറയുന്നത്. സിവിൽ കേസൊക്കെ ആണെങ്കിൽ ആരും ഇതുമായി കാര്യമായിട്ട് എടുക്കില്ല. കേരളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒരുവിധപ്പെട്ടവർക്കൊക്കെ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നശിച്ചു കഴിഞ്ഞു എന്നുള്ള. എന്തെങ്കിലും നമ്മുടെ നരേന്ദ്രമോദി പുതിയ ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു നിലയിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞു. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, ഇവിടെ ഒരു നേരത്തെ ഒരു സ്ക്രൂട്ടണി വേണോ, ഒരു സൂക്ഷ്മ പരിശോധന വേണോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ? അല്ലെങ്കിൽ ഇത് വലിയ തിരിച്ചടിയാകും എന്ന ബോധ്യം അവർക്കുണ്ടാകേണ്ടതല്ലേ? നമസ്കാരം. ഈ കാര്യത്തിന് പല ആംഗിൾ ഉണ്ട്. നമ്മുടെ പഴയ ഒരു ചൊല്ലുണ്ട് വക്കീലിനെ പറ്റി, 1000 രൂപയും മള്ളൂരും ഉണ്ടെങ്കിൽ ആരെയും കൊല്ലാം രാമനാരായണ. അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? അതെ, ഉണ്ടയൊക്കെ എടുത്ത് വിഴുങ്ങിയ വക്കീലന്മാരെ കുറിച്ച് എന്ന് പറഞ്ഞാല് കൃത്രിമമായി തെളിവുണ്ടാക്കുക, അല്ലെങ്കിൽ തെളിവിൽ കൃത്രിമം കാണിക്കുക, അല്ലെങ്കിൽ തെളിവ് മാറ്റുക, ഇങ്ങനെയൊക്കെ കാണിച്ച് കൃത്രിമത്വം കാണിച്ച് പ്രതികളെ രക്ഷിക്കുന്ന ഒരു സംസ്കാരവും നമ്മുടെ ജുഡീഷ്യറിയിൽ നിയമവ്യവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ പറഞ്ഞ പദ്യം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് 30 കൊല്ലം കഴിഞ്ഞപ്പോൾ നീതി യഥാർത്ഥത്തിൽ കണ്ണു തുറന്നു എന്നുകൂടിയും നമുക്കിതിനെ മറ്റൊരു ആംഗിളിൽ കാണാം എന്ന് പറഞ്ഞില്ല, വേറൊരു ആംഗിൾ കൂടി. അതിലേക്കാ വരുന്ന സമയമില്ല, പറയാൻ പെട്ടെന്ന് അനുവദിക്കൂ. അതായത് ഈ ചില താഴിന്റെ താക്കോല് ചേരുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പ്രതി രക്ഷപ്പെടുക, അല്ലെ രക്ഷപ്പെടുത്തുക, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പലയിടത്തും നടന്നിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്.
ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. നിയമ വിദ്യാർത്ഥികൾ ഇപ്പോൾ പുതിയതായിട്ട് നിയമ വിദ്യാർത്ഥികളായിട്ട് വരുന്ന ആൾക്കാര് അവർ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും പഠിക്കണം. അതായത് ഒരു നൈതികത വേണം ഈ നിയമം കൈകാര്യം ചെയ്യുമ്പോൾ, സത്യസന്ധത വേണം. പ്രതിയായാലും വാദിയായാലും വക്കീൽ സത്യസന്ധനായിരിക്കണം. പ്രതിക്ക് വേണ്ടി പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന തെളിവുകളിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വാദിച്ച് പ്രതിയെ രക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ രക്ഷിക്കുക. അല്ലാതെ കൃത്രിമം ഉണ്ടാക്കി രക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വക്കീലും പെടും എന്നുള്ളതിന്റെ ഒരു നല്ലൊരു ഉദാഹരണമാണിത്. അത് നമ്മുടെ ഇത്തരം ആളുകളെ തെരഞ്ഞുപിടിച്ച് ജനങ്ങൾക്ക് മുന്നിൽ കൗണ്ടറിട്ട് കൊണ്ടുവന്ന് നമസ്കാര ചിഹ്നം വെച്ച് ഫ്ലക്സ് ബോർഡ് അടിച്ച് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നത് നിർത്തണം എന്നൊരു വിനീതമായ അപേക്ഷയാണ് എനിക്കുള്ളത്. അതിലേക്ക് വരാം. അതായത് കാര്യം ഇത്, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെല്ലാം അവരുടെ പേരിൽ എന്തൊക്കെ കേസുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടാണ് പബ്ലിഷ് ചെയ്തിട്ടാണ് MLA ആയിട്ടും MP ആയിട്ടും ഒക്കെ മത്സരിക്കുന്നത്. സാധാരണക്കാരിൽ അത് നെറ്റ് നോക്കി ഇങ്ങനെ എന്താ പബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മുടെ വോട്ടർമാർ കണ്ടുപിടിക്കാറില്ല. പാർട്ടി നേതാക്കൾ കുറെ കൂടെ ഉത്തരവാദിത്തം കാണിച്ചാൽ ഇതുപോലുള്ള ആളുകൾ നമ്മുടെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഗതാഗത മന്ത്രിയായി വരാതിരിക്കാൻ നമുക്ക് കഴിയുന്ന സമയമില്ലാത്തതുകൊണ്ടാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, ശരത്ത് കൂടിയുണ്ട്. ശരത്ത്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് നിർത്താം. നമ്മളിപ്പോ LDF എന്ന് പറഞ്ഞ പാർട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഇല്ല, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടി ഒരു തത്വദീക്ഷയും ഇല്ലാതെ ആളുകളെ ഇങ്ങനെ കൊണ്ട് നിർത്തി ഇവരെയൊക്കെ ഞങ്ങളുടെ ചുമലിൽ കെട്ടിവെക്കുന്നതിനെതിരെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് LDF എന്നോ UDF എന്നോ ഇല്ല. പക്ഷെ നിങ്ങളും LDF ആണെങ്കിൽ അവർ കുറ്റമുക്തരല്ല എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല. LDFനെ കുറ്റപ്പെടുത്തുകയെന്നല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗത്ത് തെറ്റ് വരുമ്പോഴാണല്ലോ നമ്മൾ മറ്റൊരു പാർട്ടിയെ കൊണ്ടുവരുന്നത്. അവരും അതിനേക്കാൾ മോശമാവരുതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം നമ്മൾ ഇവരിൽ പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാണ് മറ്റവരെ ജയിപ്പിക്കുന്നത്. അപ്പൊ അവരും ഇതേപോലെ ഇനി ഇത്രയും നാളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കോലമായിട്ട് കിടന്ന് അഴിഞ്ഞു തിരിഞ്ഞു കിടന്ന് ഇനിയെങ്കിലും വരുന്ന ആൾക്കാർ ഗംഭീരമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കണം. ഈ അഴിമതികളും കള്ളത്തരങ്ങളും ഒക്കെ മാറ്റി എല്ലാവർക്കും നല്ലത് പറ്റുമെന്ന് പ്രാർത്ഥിക്കാം. യെസ്, അപ്പോൾ നമ്മളൊരു പോൾ നടത്തിയിരുന്നു. അപ്പോൾ എന്താണ് പ്രേക്ഷകർക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് എന്നുകൂടി ഞാൻ ചോദിച്ചിരുന്നു. LDFനെ ഇത് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലാക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് 84% ആളുകളാണ് പറയുന്നത്. 16% ആളുകൾ ഈ കോടതി വിധി പക്ഷേ LDFനെ ബാധിക്കില്ല എന്ന് കരുതുന്നവരുമുണ്ട്. അങ്ങനെയും ഉണ്ട് 14%. ഓക്കെ, അപ്പോൾ അതാണ് ജനങ്ങളുടെ ഒരു പൊതു നിലപാട്. ഏതായാലും രാഷ്ട്രീയ നേതാക്കൾ ഉയർന്ന നൈതിക മൂല്യങ്ങൾ പാലിക്കേണ്ടവരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അഴിമതിയിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടവരാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ജനങ്ങൾ നൽകിയ വിശ്വാസമാണ് ഭരണാധികാരത്തിൻ്റെ അടിസ്ഥാനം. ആ വിശ്വാസം തകർക്കുന്നവർക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനമുണ്ടാകാൻ പാടില്ല. നിയമത്തിന് മുകളിലല്ല എന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമാണ് സമൂഹത്തിൽ നീതിയും സമത്വവും ഉണ്ടാക്കുക. അങ്ങനെ മാത്രമേ ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ സംരക്ഷിക്കാൻ നമുക്കാകൂ. നൈതികത കൈവിടുന്ന രാഷ്ട്രീയം അവസാനിക്കേണ്ടിയിരിക്കുന്നു. ഒരു സംശയവും അതിലില്ല. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.